ലോക ഭൂപടത്തിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയ്ക്ക് മുകളിലെ സമുദ്രത്തിൽ കാറ്റിന്റെ പുതപ്പ് പുതച്ച് കിടക്കുന്ന 8 വോൾക്കാനിക് ദ്വീപുകളുടെ ഈ സഞ്ചയത്തെയാണ് നമ്മൾ കാനറി ദ്വീപ സമൂഹം എന്ന് വിളിക്കുന്നത്. 16-ാം നൂറ്റാണ്ട് മുതൽക്ക് കൊളോണിയൽ സ്പെയിനിന്റെ ഭരണത്തിന് കീഴിലുള്ള ഒരു പ്രദേശമാണിത്. 1977 മാർച്ച് 27 ആ 8 ദ്വീപുകളിലൊന്നായ ടെനറിഫിനെ തേടി ഒരു മഹാദുരന്തമെത്തി. വെറുമൊരു വിമാനാപകടമെന്ന് ആ സംഭവത്തെ എഴുതി തള്ളാനാവില്ല. കൊമേഴ്ഷ്യൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തം. അപകടത്തിൽപ്പെട്ടത് ഒന്നല്ല, 2 ബോയിങ് 747 ജംബോ ജെറ്റ് വിമാനങ്ങൾ. മോശം കാലാവസ്ഥയും സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവവും പൈലറ്റിന് സംഭവിച്ച ഹ്യൂമൻ എററും അടക്കം നിരവധി ഘടകങ്ങൾ വിപരീതമായി ഒന്നു ഭവിച്ച ആ അഭിശപ്ത ദിനത്തിൽ നിമിഷാർദ്ധ നേരം കൊണ്ട് പൊലിഞ്ഞു പോയത് 583 പേരുടെ ജീവനാണ്. ലോകത്തിലെ ഏറ്റവും ഭീകരമായ ഈ വിമാനാപകടത്തിന്റെ കഥ അന്നു തൊട്ട് ഇങ്ങോട്ട് പലരും പലകുറി ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം കഥ പറഞ്ഞത് ആ വിമാനങ്ങളുടെ കത്തിയമർന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് ജീവനോടെ എഴുന്നേറ്റ് വരാനും മാത്രം ഭാഗ്യശാലികളായിരുന്ന ആ അപകടത്തെ അതിജീവിച്ച ചുരുക്കം ചിലരാണ്. അവർ പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞത് ടെനറിഫിലെ ലോസ് റോഡിയോസ് വിമാനത്താവളത്തിന്റെ റൺവേയിലെ മഞ്ഞിനെ മുറിച്ചു കടന്നു എന്ന് തീജ്വാലകളോട് പോരാടി രക്ഷാപ്രവർത്തനം നടത്തിയ ഫയർ ഫൈറ്റർമാരാണ്. അവർക്ക് പക്ഷേ ആ ദുരന്തത്തിന്റെ വ്യാപ്തി എന്തെന്ന് അന്ന് രാത്രിയിൽ ബോധ്യപ്പെട്ട് കാണില്ല. അതേപറ്റി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അടുത്ത ദിവസം പകൽ വെളിച്ചത്തിൽ സംഭവസ്ഥലം സന്ദർശിച്ച ജേർണലിസ്റ്റുകളാണ്. പിന്നാലെ വന്ന എയർ ക്രാഷ് ഇൻവെസ്റ്റിഗേറ്റർമാർ ആ 2 വിമാനങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കാനിടയായ സാഹചര്യങ്ങളെ ഇഴകിരി പരിശോധിച്ച് അപകട കാരണം എന്തെന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിച്ചു. ഇവരെല്ലാം പറഞ്ഞതും എഴുതിയതുമായ കാര്യങ്ങൾ വരികൾക്കിടയിലൂടെ വായിച്ച് പിന്നീട് നിരവധി പുസ്തകം എഴുത്തുകാരും പലവിധ തിയറികളുമായി മുന്നോട്ട് വന്നു. സമ്മർദ്ദം മുറുകുന്ന സാഹചര്യങ്ങളിൽ എത്ര പ്രൊഫഷണലുകളാണ് എന്ന് പറഞ്ഞാലും മനുഷ്യർക്ക് പറ്റുന്ന പിഴവുകളെ കുറിച്ച്, ഹ്യൂമൻ എററുകളെ കുറിച്ച് സോഷ്യോളജിസ്റ്റുകളും ബിഹേവിയറൽ സയന്റിസ്റ്റുകളും സിദ്ധാന്തങ്ങൾ മെനഞ്ഞു. ഈ കഥാകഥനങ്ങളിൽ എത്ര കണ്ട് സത്യമുണ്ട് എന്ന കാര്യത്തിൽ ഇന്നും അഭിപ്രായ ഐക്യം നിലവിൽ വന്നിട്ടില്ല എങ്കിലും എല്ലാവരും ഏകകണ്ഠമായി സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ അപകടത്തിൽപ്പെട്ട 2 ബോയിങ് 747 വിമാനങ്ങളും ടെനറിഫ് ദ്വീപിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുന്നതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കപ്പെട്ടിരുന്നുവെങ്കിൽ നിഷ്പ്രയാസം ഒഴിവാക്കാമായിരുന്ന ഒരു മഹാദുരന്തമായിരുന്നു അന്ന് അവിടെ നടന്നത്. വലാത്രികതയുടെ ഈ ലക്കത്തിൽ നമ്മൾ നടത്താൻ പോകുന്നത് ആ സംഭവങ്ങളുടെ ക്രോണോളജിയിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ്. ഇന്നേക്ക് ഏതാണ്ട് 1/2 നൂറ്റാണ്ട് മുമ്പ് മഞ്ഞുമൂടിയ ഒരു സായാഹ്നത്തിൽ 2 ജംബോ ജെറ്റ് വിമാനങ്ങൾ തമ്മിൽ നേർക്കുനേർ കൂട്ടിയിടിച്ചുണ്ടായ മഹാദുരന്തത്തിന്റെ കഥ. ഒന്നിനു പിന്നാലെ ഒന്നായി സംഭവിച്ച കൃത്യവിലോപങ്ങളും മോശം കാലാവസ്ഥയും ദുർഭാഗ്യവും എല്ലാം ചേർന്നുകൊണ്ട് നിഷ്കളങ്കരായ 583 മനുഷ്യജീവനുകളെ മരണത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടതിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. കൊമേഴ്ഷ്യൽ വ്യോമയാനത്തിന്റെ ചരിത്രത്തിന് ഏറ്റവും ചുരുങ്ങിയത് 1 നൂറ്റാണ്ടിന്റെയെങ്കിലും പഴക്കമുണ്ട്. 1-ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടനിലാണ് ആദ്യത്തെ കൊമേഴ്ഷ്യൽ എയർലൈൻ കമ്പനികൾ ഉണ്ടായി വരുന്നത്. 1916-നും 22-നും ഇടയ്ക്ക് 5 കമ്പനികളെങ്കിലും സ്ഥാപിക്കപ്പെട്ടിരുന്നു UK-യിൽ. 1919-ൽ എയർക്രാഫ്റ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് ട്രാവൽ എന്ന ബ്രിട്ടീഷ് കമ്പനിയാണ് ലോകത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് സർവീസ് തുടങ്ങുന്നത്. 1920-കളിലും 30-കളിലും വർഷത്തിൽ 5 വിമാനാപകടം എന്ന തോതിൽ നടന്നുകൊണ്ടിരുന്നു. ഓരോ തവണ അപകടം സംഭവിക്കുമ്പോഴും വ്യോമയാന മേഖലയിലെ സുരക്ഷാ വിദഗ്ധർ ഈ അപകടങ്ങൾക്കുള്ള കാരണം പഠിക്കും. അടുത്ത തവണ സമാനമായ പ്രശ്നം കൊണ്ട് അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വ്യോമയാന രംഗത്തെ പ്രൊസീജിയറുകളും സുരക്ഷാ മുൻകരുതലുകളും പുതുക്കുകയും ചെയ്യും. കാലം മുന്നോട്ട് പോകവേ വ്യോമയാന മേഖല താരതമ്യേന ഉയർന്ന സുരക്ഷിതത്വമുള്ള ഒന്നായി വളർന്നു വന്നു. 1952-ൽ ബ്രിട്ടീഷ് ഓവർസീസ് എയർവേസ് കോർപ്പറേഷൻ ഷെഡ്യൂൾ സർവീസിൽ അവതരിപ്പിച്ച ഡി ഹാവിലാൻഡ് DH-106 കോമറ്റ് ആണ് ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ജെറ്റ് ലൈനർ. ജെറ്റ് വിമാനങ്ങൾ കൊമേഴ്ഷ്യൽ വ്യോമയാന രംഗത്ത് വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. മുമ്പുണ്ടായിരുന്ന പിസ്റ്റൺ എഞ്ചിനുകളെക്കാൾ കൂടുതൽ ഡിപ്പെൻഡബിൾ ആയിരുന്നു ജെറ്റ് ലൈനറുകളിൽ അവതരിപ്പിക്കപ്പെട്ട ടർബൈൻ എഞ്ചിനുകൾ. എന്നിട്ടും ഈ ജെറ്റ് ലൈനറുകൾ പ്രചാരത്തിൽ വന്ന ആദ്യ വർഷങ്ങളിൽ വിമാനങ്ങൾക്ക് യന്ത്ര തകരാറുകളും തദ്വര അപകടങ്ങളും പതിവായിരുന്നു. ഉദാഹരണത്തിന് 1954 ജനുവരി 10-ാം തീയതി ഉയർന്ന ആൾട്ടിറ്റ്യൂഡിലുണ്ടായ റാപ്പിഡ് ഡീകംപ്രഷൻ കാരണം BOACയുടെ ഫ്ലൈറ്റ് നമ്പർ 781 ഒരു ഹാവിലാൻഡ് ജെറ്റ് വിമാനം തകർന്നു വീണ് അതിൽ യാത്ര ചെയ്തിരുന്ന 35 പേരും കൊല്ലപ്പെട്ടു. 2 മാസത്തിനുള്ളിൽ സൗത്ത് ആഫ്രിക്കൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് നമ്പർ 201 അതും ഒരു ഹാവിലാൻഡ് കോമറ്റ് ജെറ്റ് തന്നെയാണ്. എഞ്ചിൻ ടർബൈൻ തകരാറ് കാരണം തകർന്നു വീണ് 21 പേർ കൊല്ലപ്പെട്ടു. ഈ അപകടങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ കുറെ കൂടി സുരക്ഷിതമായ കൊമേഴ്ഷ്യൽ ജെറ്റ് ലൈനറുകളുടെ നിർമ്മാണത്തിലേക്ക് കമ്പനികളെ നയിച്ചു. അന്നത്തെ ഒരു ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ 1959-ൽ അമേരിക്കയിൽ 10 ലക്ഷം തവണ കൊമേഴ്ഷ്യൽ വിമാനങ്ങൾ പറക്കുമ്പോൾ അതിൽ 40 എണ്ണം തകർന്നു വീണിരുന്നു എന്നായിരുന്നു കണക്കെങ്കിൽ 10 വർഷം കൊണ്ട് അത് മില്യൺ ഫ്ലൈറ്റ്സിന് 2 ക്രാഷ് വീതം എന്നായി കുറഞ്ഞിരുന്നു. എന്നാൽ ഈ ഒരു ട്രെൻഡിന് വിരുദ്ധമായി 1970-കളിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ പ്ലെയിൻ ക്രാഷിൽ മരിച്ചു പോകുന്നവരുടെ എണ്ണത്തിൽ ഒരു അപ്സർജ് തന്നെ ഉണ്ടായി. 1970 മുതൽ 79 വരെ മാത്രം ഉണ്ടായ 3133 പ്ലെയിൻ ക്രാഷുകളായിട്ട് കൊല്ലപ്പെട്ടത് 24,512 പേരാണ്. ഫ്ലൈറ്റ് സിമുലേഷൻ വിദഗ്ധനായിട്ടുള്ള ജോൺ ഫ്രിയർസൺ 70-കളിലെ ഈ ദുരന്തകാലത്തെ വിശദീകരിക്കുന്നത് The early 70s were a transition period in aviation with new wide-bodied aircraft entering service, but with specific operation techniques and general safety culture evolving more slowly എന്നാണ്.
അതായത് കൂടുതൽ വലുപ്പത്തിലുള്ള വിമാനങ്ങൾ സർവീസിൽ വരുന്ന കാലമായിരുന്നു 70-കളെങ്കിലും അങ്ങനെയുള്ള വിമാനങ്ങൾ അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി അത്യാവശ്യം വേണ്ടിയിരുന്ന ജനറൽ സേഫ്റ്റി കൾച്ചർ അതിനൊപ്പിച്ച് ഉരുത്തിരിഞ്ഞു വരാൻ താമസമുണ്ടായി എന്ന്. 70-കൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന വിമാനങ്ങൾ കുറഞ്ഞെണ്ണം യാത്രക്കാരെ മാത്രം വഹിക്കാൻ സാധിച്ചിരുന്ന സിംഗിൾ ലൈൽ പ്ലെയിനുകളായിരുന്നു. 70-കളുടെ തുടക്കത്തിലാണ് കുറെ കൂടി വൈഡ് ബോഡിഡ് ആയിട്ടുള്ള DC-10, L1011 തുടങ്ങിയ ട്രൈ ജെറ്റുകളും അവയ്ക്ക് പിന്നാലെ സൂപ്പർ ജംബോ ക്വാഡ് ജെറ്റുമൊക്കെ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ കൂട്ടത്തിൽ 1970-ൽ ബോയിങ് കമ്പനി അവതരിപ്പിച്ച 747 ജെറ്റ് യാത്രാ വിമാനത്തിന് 60-കളിലെ സിംഗിൾ ലൈൻ വിമാനങ്ങൾക്ക് വഹിക്കാൻ പറ്റുന്നതിന്റെ ഇരട്ടി യാത്രക്കാരെ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു. 747-100 മോഡലിൽ 440 മുതൽ 550 യാത്രക്കാരെ കയറ്റാൻ അന്ന് സാധിച്ചിരുന്നു. ഇങ്ങനെ ജെറ്റ് വിമാനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ വന്നതോടെ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ എക്കണോമിക് വയബിലിറ്റിയും കൂടി. പണ്ടുകാലത്ത് രാജാക്കന്മാർക്കും ധനാഢ്യരായിട്ടുള്ള പ്രഭുക്കൾക്കും മാത്രമേ വിമാനയാത്രയുടെ ചെലവ് വഹിക്കാൻ സാധിച്ചിരുന്നുള്ളൂ എങ്കിൽ പോകെ പോകെ അത് ആവറേജ് കൺസ്യൂമേഴ്സിനും അഫോർഡബിൾ ആയിട്ട് മാറി. 1970 ജനുവരി 22-ന് പാൻ അമേരിക്കൻ എയർലൈൻസിന്റെ ബോയിങ് 747-121 ക്ലിപ്പർ വിക്ടർ വിമാനം ന്യൂയോർക്കിലെ JFK വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടൻ ഹീത്രോയിലേക്ക് പറന്നു വരുന്നതോടെ അതൊരു കമേഴ്ഷ്യൽ ഷെഡ്യൂൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ബോയിങ് 747 വിമാനം എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം പിടിച്ചു. അതോടെ തുടക്കമാവുന്നത് ഏവിയേഷൻ ഇൻഡസ്ട്രിയിലെ ബോയിങ് 747 വിമാനങ്ങളുടെ അപ്രമാദിത്വത്തിനാണ്. വർഷങ്ങളോളം ബോയിങ് 747 ജെറ്റുകൾക്കുണ്ടായിരുന്ന ആ വിശ്വാസ്യതയ്ക്ക് ഭംഗം വരുത്തിക്കൊണ്ടാണ് 1977 മാർച്ച് 27 അക്കൂട്ടത്തിൽ ഒരെണ്ണം മറ്റൊന്നുമായി കൂട്ടിയിടിച്ച് ഇങ്ങനൊരു വലിയ അപകടമുണ്ടാകുന്നത്. പോർച്ചുഗലിന്റെ കിഴക്ക് പടിഞ്ഞാറായി മൊറോക്കൻ തീരത്തു നിന്ന് ഒരല്പം ദൂരെ മാറിയാണ് കാനറി ദ്വീപ സമൂഹം സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ബീച്ചുകളും സജീവമായ അഗ്നിപർവ്വതങ്ങളും എല്ലാം ചേർന്ന് വല്ലാത്തൊരു വശ്യത ഈ നാടിനുണ്ട്. എയർ ട്രാവൽ ജനകീയമായി തുടങ്ങിയ 1960-കളോടെ കാനറി ഐലൻഡ്സ് യൂറോപ്യൻ അമേരിക്കൻ ടൂറിസ്റ്റുകളുടെ ഇഷ്ട ഡെസ്റ്റിനേഷനായിട്ട് മാറി. 1960 മുതൽ 70 വരെയുള്ള 10 വർഷക്കാലം കൊണ്ട് കാനറി ദ്വീപുകൾ സന്ദർശിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം 10 ഇരട്ടി ആയിട്ടും ഈ ദ്വീപുകളിൽ ഒന്നിലെയും വിമാനത്താവളങ്ങളിലെ സൗകര്യങ്ങളോ സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും തന്നെ അതിനനുസരിച്ച് മെച്ചപ്പെടുന്നില്ല. അതോടെ നമ്മൾ സുരക്ഷാ സർക്കിളുകളിൽ ടിക്കിംഗ് ടൈം ബോംബ് എന്നൊക്കെ വിളിക്കുന്ന ഏത് നിമിഷവും വേണമെങ്കിലും ദുരന്തം വിരുന്നു വന്നേക്കാവുന്ന ഒരു ആക്സിഡന്റ് പ്രോൺ ഏരിയയായി ആ പ്രദേശം മാറിയ കാര്യം പക്ഷേ അവിടുത്തെ അധികാരികളിൽ ഒരാൾ പോലും തിരിച്ചറിഞ്ഞില്ല. കാരണം ഈ പറഞ്ഞ പോലെ വിമാനങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടിയിടിയോ അല്ലെങ്കിൽ ഒരു വിമാന അപകടമോ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത ന്യൂയോർക്കോ അല്ലെങ്കിൽ ലണ്ടൻ ഹീത്രോയോ ആംസ്റ്റർഡാമോ ഒക്കെ പോലെ തിരക്കേറിയ വിമാനത്താവളങ്ങളിലാണ് വ്യോമയാന മേഖലയിലെ സുരക്ഷാ വിദഗ്ധർ പോലും അന്ന് മുൻകൂട്ടി കണ്ടിരുന്നത്. 1977 മാർച്ച് 26 വൈകിട്ട് കൃത്യം 5:29 പാൻ അമേരിക്കൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് നമ്പർ 1736 അമേരിക്കയിലെ ലോസ് ഏഞ്ചലസ് വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന റോയൽ ക്രൂയിസ് ലൈൻസ് ചാർട്ടർ ചെയ്ത ആ ഡബിൾ ഡെക്കർ ബോയിങ് 747-100 ജെറ്റ് വിമാനത്തിൽ ഗോൾഡൻ ഒഡീസി എന്നു പേരുള്ളൊരു ലക്ഷറി ക്രൂസ് ഷിപ്പിൽ യാത്ര പുറപ്പെടാൻ തയ്യാറെടുത്തു വന്ന 350 വിനോദസഞ്ചാരികൾക്ക് പുറമെ 13 ഫ്ലൈറ്റ് അറ്റൻഡന്റ്മാരും 3 കോക്പിറ്റ് ക്രൂവും ഉണ്ടായിരുന്നു. ആ വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് പൈലറ്റ് ക്യാപ്റ്റൻ വിക്ടർ ഗ്രബ്സ്, ഫസ്റ്റ് ഓഫീസർ റോബർട്ട് ബ്രാഗ്, ഫ്ലൈറ്റ് എഞ്ചിനീയർ ജോർജ് വാൻസ് എന്നിവരായിരുന്നു. കൃതഹസ്ഥരായിട്ടുള്ള ഈ 3 പ്രൊഫഷണലുകൾക്കിടയിൽ 47,000 ഫ്ലൈയിങ് അവേഴ്സിന്റെ ടോട്ടൽ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ട്. ന്യൂയോർക്കിലെ ലേ ഓവർ കഴിഞ്ഞ് പ്രാദേശിക സമയം 7:42 AM അടുപ്പിച്ച് ആ ബോയിങ് 747-100 വിമാനം പറന്നു വരുന്നപ്പോൾ അത് വളരെ സാധാരണമായ വിശേഷിച്ചൊരു അപകട സാധ്യതയും സൂചന നൽകാത്ത ഒരു റുട്ടീൻ ടേക്ക് ഓഫ് മാത്രമായിരുന്നു. 1977 മാർച്ച് 27 രാവിലെ 9 മണിയോടെ ആംസ്റ്റർഡാമിലെ സ്കിപ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് മറ്റൊരു വിമാനം KLM റോയൽ ഡച്ച് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് നമ്പർ 4805 പറന്നു വരുന്നു. ആ ബോയിങ് 747-200 വിമാനം നിയന്ത്രിച്ചത് ഒരു സെലിബ്രിറ്റി പൈലറ്റ് ആയിരുന്നു. KLM റോയൽ ഡച്ച് എയർലൈൻസിന്റെ അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിനുകളിലെ താരവും അവരുടെ ബോയിങ് 747 ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ ചീഫ് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറുമായ പൈലറ്റ് ക്യാപ്റ്റൻ ജേക്കബ് വാൻ സാന്റൺ ആയിരുന്നു അത്. 11,700 ഫ്ലൈറ്റ് അവേഴ്സിന്റെ പ്രവൃത്തി പരിചയം. അതിൽ 1545 അവേഴ്സ് ബോയിങ് 747ന്റെ കോക്പിറ്റിൽ തന്നെ. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായി അദ്ദേഹം റെഗുലർ ഷെഡ്യൂളുകളെക്കാൾ ട്രെയിനിങ് ഫ്ലൈറ്റ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അന്നത്തെ ആ ഫ്ലൈറ്റ് അദ്ദേഹം കഴിഞ്ഞ 12 ആഴ്ചകൾക്കിടയിൽ എടുക്കുന്ന ആദ്യത്തെ റെഗുലർ ലൈൻ ഫ്ലൈറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഓഫീസർ ക്ലാസ് മ്യൂസും കൊമേഴ്ഷ്യൽ ഏവിയേഷൻ രംഗത്തെ പരിചയസമ്പന്നനായ ഒരു പ്രൊഫഷണലായിരുന്നു. പക്ഷേ ബോയിങ് 747 വിമാനം പറത്താൻ അദ്ദേഹം അടുത്തിടെ ക്വാളിഫൈ ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ 9,200 ഫ്ലൈയിങ് അവേഴ്സിന്റെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിലും ബോയിങ് 747 വിമാനം പറത്തിയുള്ള പരിചയം അതിൽ വെറും 95 അവേഴ്സിന്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കോക്പിറ്റിലെ ഏറ്റവും കൃതസ്ഥനായ പ്രൊഫഷണൽ അതിന്റെ ഫ്ലൈറ്റ് എഞ്ചിനീയർ വില്യം ഷൂഡർ ആയിരുന്നു. 10,031 ഫ്ലൈയിങ് അവേഴ്സിന്റെ പ്രവൃത്തി പരിചയം. ഈ 3 കോക്പിറ്റ് ക്രൂവിന് പുറമെ 11 ഫ്ലൈറ്റ് അറ്റൻഡന്റുമാർ ഹോളണ്ട് ഇന്റർനാഷണൽ ട്രാവൽ ഗ്രൂപ്പ് ചാർട്ടർ ചെയ്ത ആ വിമാനത്തിൽ ഗ്രാൻഡ് കനറിയ ദ്വീപിലെ മനോഹരമായ ബീച്ചുകളിൽ അവധിക്കാലം ചെലവിടാൻ വേണ്ടി പോവുകയായിരുന്ന 235 വിനോദസഞ്ചാരികൾ എന്നിവരടക്കം 249 പേരാണ് ന്യൂയോർക്കിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ആ വിമാനത്തിൽ ഓൺ ബോർഡ് ഉണ്ടായിരുന്നത്. യാത്രക്കാരിൽ 52 പേർ കുട്ടികളായിരുന്നു. ഈ 2 വിമാനങ്ങളുടെയും ഡെസ്റ്റിനേഷൻ ഒന്ന് തന്നെയായിരുന്നു.
ഗ്രാൻഡ് കനേറിയ ദ്വീപിലെ ലാസ് പാൽമാസ് വിമാനത്താവളം. നിലവിലെ ഫ്ലൈറ്റ് പ്ലാൻ പ്രകാരം ആംസ്റ്റർഡാം എയർപോർട്ടിൽ നിന്ന് 27-ാം തീയതി 0900 അവേഴ്സിൽ ടേക്ക് ഓഫ് ചെയ്ത KLM 4805 വിമാനം 4-4.5 മണിക്കൂർ നേരമെടുത്ത് ഏതാണ്ട് 12:30-1300 അവേഴ്സ് ലോക്കൽ ടൈമിൽ ലാസ് പാൽമാസിൽ ടച്ച് ഡൗൺ ചെയ്യേണ്ടതാണ്. അതുപോലെ മാർച്ച് 26-ാം തീയതി ലോസ് ഏഞ്ചൽസിലെ പ്രാദേശിക സമയം വൈകിട്ട് 5:29 ടേക്ക് ഓഫ് ചെയ്ത പാൻ അമേരിക്കൻ 1736 വിമാനം ന്യൂയോർക്കിൽ അതിൻ്റെ ലേ ഓവർ അടക്കം ഏതാണ്ട് 12.25 മണിക്കൂർ സമയമെടുത്ത് അടുത്ത ദിവസം ഉച്ചയ്ക്ക് 2:15 ലാസ് പാൽമസിൽ ലാൻഡ് ചെയ്യേണ്ടിയിരുന്നതാണ്. ഈ രണ്ട് വിമാനങ്ങൾക്കും അവരുടെ പബ്ലിഷ് പ്ലാൻ പൂർത്തിയാക്കാനുള്ള നിയോഗമുണ്ടാവുന്നില്ല. അതിന് കാരണമായതോ അവരുടെ ഡെസ്റ്റിനേഷൻ എയർപോർട്ടിൽ ഏറെ അവിചാരിതമായിട്ട് നടന്ന ഒരു ഭീകരാക്രമണവും. കാനറി ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് ഗ്രാൻഡ് കനേറിയ ദ്വീപിലെ ലാസ് പാൽമാസ് എയർപോർട്ട്. വർഷാവർഷം കാനറി ദ്വീപുകൾ സന്ദർശിക്കാൻ വന്നെത്തുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ മെയിൻ പോർട്ട് ഓഫ് എൻട്രി. അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ ദ്വീപിൽ അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ അസ്ഥിരതകൾ കാരണം ഉണ്ടാകാനിരുന്ന കോളിളക്കങ്ങളുടെ പ്രഭവ കേന്ദ്രവും അതുതന്നെയായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ സൈന്യങ്ങൾ കപ്പൽ കയറി വന്നെത്തുമ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കുള്ള ദ്വീപസമൂഹങ്ങളിൽ പലതിലും ജനവാസം ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി BC 1-ാം സഹസ്രാബ്ദം തൊട്ട് തന്നെ ഗ്രാൻഡ് കനേറിയ ദ്വീപിൽ ഗ്വാഞ്ചകൾ എന്നു പേരുള്ള പ്രാദേശിക ഗോത്രവംശജർ പാർപ്പുണ്ടായിരുന്നു. അവരെ അടിച്ചമർത്തിക്കൊണ്ടാണ് സ്പെയിൻ ദ്വീപിനെ തങ്ങളുടെ കോളനിയാക്കുന്നത്. കോളനൈസേഷൻ നടന്ന 5 നൂറ്റാണ്ടിനിപ്പുറവും പ്രദേശത്തെ നേറ്റീവ്സിൽ പലർക്കും തങ്ങളുടെ പൂർവികരോട് വരത്തന്മാരായിട്ടുള്ള സ്പാനിഷ് ഭരണാധികാരികൾ ചെയ്തു കൂട്ടിയ ക്രൂരതകളിൽ അമർഷമുണ്ടായിരുന്നു. 1975-ൽ സ്പാനിഷ് ഏകാധിപതിയായ ഫ്രാൻസിസ്കോ ഫ്രാങ്കോ മരണപ്പെട്ടതോടെ ആ വികാരം ഒന്നുകൂടി ശക്തിപ്പെട്ടു. അതോടെ MPAIC എന്ന പേരിൽ ഒരു ട്രൈബൽ വിഘടനവാദ മൂവ്മെന്റ് അവിടെ രൂപം കൊണ്ടു. സായുധ മാർഗത്തിൽ കാനറി ദ്വീപുകൾ സ്പാനിഷ് കൊളോണിയലിസ്റ്റ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതായിരുന്നു അതിന്റെ സ്ഥാപിത ലക്ഷ്യം. കാനറി ദ്വീപുകളുടെ വിമോചനത്തിനു വേണ്ട പ്രത്യയശാസ്ത്ര ഇന്ധനം പകർന്നത് MPAIC ആയിരുന്നുവെങ്കിൽ അതിന്റെ സായുധ പോരാട്ടങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ ഓർക്കസ്ട്രേറ്റ് ചെയ്തിരുന്നത് ഫ്യൂർസാസ് അർമഡാസ് ഗുവാൻഷസ് എന്ന പേരുള്ള അവരുടെ പാരാമിലിറ്ററി ഫ്രാക്ഷൻ ആണ്. ഈ കൂട്ടർ സജീവമായിരുന്ന വളരെ കുറഞ്ഞ കാലത്തിനിടയ്ക്ക് ഒരാളുടെ പോലും ജീവൻ എടുത്തിട്ടില്ല എങ്കിലും 1977 മാർച്ച് 27-ാം തീയതി അവർ ചെയ്ത ഒരു പ്രവൃത്തി അത് ട്രിഗർ ചെയ്തുവിട്ട ചെയിൻ ഓഫ് ഇവന്റ്സ് ഒരുപക്ഷെ അവർ പോലും ഉദ്ദേശിക്കാത്ത തലത്തിലേക്ക് കൈവിട്ടുപോയി. അതിന്റെ പരിണിത ഫലങ്ങൾ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന നിലയ്ക്ക് അവർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അന്താരാഷ്ട്ര കുഖ്യാതി തന്നെ സമ്മാനിച്ചു. 1977 മെയ് 27-ാം തീയതി രാവിലെ 11 മണിയോടെ വളരെ സ്മാർട്ടായിട്ട് വേഷം ധരിച്ച 2 ചെറുപ്പക്കാർ ലാസ് പാൽമാസ് എയർപോർട്ടിലേക്ക് കടന്നു വന്നു. അവരിൽ ഒരാളുടെ കയ്യിൽ ബ്രൗൺ കളറുള്ള ഒരു സൂട്ട് കേസ് ഉണ്ടായിരുന്നു. രണ്ടുപേരുടെയും മുഖത്ത് പതിവിൽ കവിഞ്ഞ സംഭ്രമമുണ്ട്. ആ സംഭ്രമത്തിന്റെ കാരണം ഈ സൂട്ട് കേസിനുള്ളിൽ ടിക് ടിക് ശബ്ദത്തിൽ വെടിക്കുന്നുണ്ട്. 77-ൽ ഈ ലാസ് പാൽമാസ് എയർപോർട്ടിൽ കാര്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെയില്ല. ഇവർ രണ്ടുപേരും കൂടി സുരക്ഷാ സൈനികരുടെ കണ്ണുവെട്ടിച്ച് എയർപോർട്ടിന്റെ മെയിൻ ടെർമിനലിലേക്ക് കയറിപ്പറ്റി അവിടുത്തെ ഒരു ഫ്ലവർ ഷോപ്പിൽ ഈ സൂട്ട് കേസ് ആരോരും അറിയാതെ ഉപേക്ഷിച്ച ശേഷം ഏതാണ്ട് 11:30 മണിയോടെ ഇതേ മെയിൻ എൻട്രൻസിലൂടെ തിരികെ ടെർമിനലിന് പുറത്തേക്ക് എത്തുന്നു. കൃത്യം 40 മിനിറ്റ് നേരം കൂടി കഴിഞ്ഞതോടെ എയർപോർട്ടിലെ ടെലിഫോൺ റൂമിലേക്ക് ഒരു അജ്ഞാത വ്യക്തിയുടെ ഫോൺ സന്ദേശം എത്തുന്നു. വിമാനത്താവളത്തിനുള്ളിൽ ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും അവ വെടിക്കാം. എത്രയും പെട്ടെന്ന് വേണമെങ്കിൽ എയർപോർട്ടിൽ നിന്ന് സകലരെയും ഇവാക്യുവേറ്റ് ചെയ്തുകൊള്ളുക. ഇത്രയും പറഞ്ഞ ശേഷം അജ്ഞാതൻ മറുപടിക്ക് കാക്കാതെ ഫോൺ വെച്ചു. ഫോൺ എടുത്ത ഓപ്പറേറ്റർ പരിഭ്രമിച്ച് സ്പാനിഷ് നാഷണൽ എയർലൈനിന്റെ മാനേജറെ വിവരം അറിയിച്ചു. അവർ ആ റിസീവർ ക്രാഡിൽ തിരികെ വെക്കുന്നതിന് മുമ്പ് തന്നെ നേരത്തെ പറഞ്ഞ ഫ്ലവർ സ്റ്റാളിന്റെ മുന്നിൽ വലിയൊരു സ്ഫോടന ശബ്ദം മുഴങ്ങി. ടെർമിനൽ മുഴുവൻ ആ പൊട്ടിത്തെറിയിൽ വിറച്ചുപോയി. നാലുപാടും പൊടിയും പുകയും തന്നെ. സ്ഫോടനം നടന്ന ഭാഗത്ത് ആ ടെർമിനലിന്റെ റൂഫ് തകർന്ന് താഴെ വീണുപോയി. മെയിൻ ഹാളിൽ ജനം ഭയന്ന് വിറച്ച് നാലുപാടും ഓടി. സ്ഫോടനത്തിൽ ഷോപ്പ് ഉടമയ്ക്ക് സാരമായ പരിക്കേറ്റുവെങ്കിലും ആർക്കും ജീവൻ നഷ്ടമായില്ല. ഈ സ്ഫോടനത്തിന് പിന്നിൽ ഫ്യൂർസാസ് അർമഡാസ് ഗുവാൻഷസിന്റെ പോരാളികളാണ് എന്ന വിവരം അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണ സംഘത്തിന് പിടികിട്ടുന്നില്ല. സ്ഫോടനം നടന്ന ഫ്ലവർ സ്റ്റോളിൽ നിന്നോ അതിന്റെ പരിസരങ്ങളിൽ നിന്നോ വിശേഷിച്ച് ഒരു തുമ്പും കിട്ടാതെ വന്നപ്പോൾ അവർ ടെലിഫോൺ ഓപ്പറേറ്ററുടെ ടെർമിനലിൽ ചെന്ന് നേരത്തെ വന്ന ഫോൺ കോളിന്റെ റെക്കോർഡ് ഒരിക്കൽ കൂടി ഒന്ന് കേട്ടു നോക്കുന്നു. റെക്കോർഡിന്റെ പുനഃപരിശോധനയിൽ അവർ ഞെട്ടിക്കാൻ പോകുന്നൊരു വിവരം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. എയർപോർട്ടിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നല്ല സന്ദേശം, ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് ഒരു ബോംബല്ല, ഒന്നിലധികം ബോംബുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. അതോടെ അന്വേഷണ സംഘം ശേഷിക്കുന്ന ബോംബുകൾ തേടി എയർപോർട്ടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും സ്നിഫർ ഡോഗുകളും മെറ്റൽ ഡിറ്റക്ടറും ഒക്കെ ഉപയോഗിച്ച് അരിച്ചു പെറുക്കാൻ തുടങ്ങുന്നു. ടെർമിനൽ ബിൽഡിങ്ങിൽ നിന്ന് എല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്ത് എയർപോർട്ട് അവർ അനിശ്ചിത കാലത്തേക്ക് അടയ്ക്കുകയും ചെയ്യുന്നു. ഫ്ലവർ സ്റ്റോളിൽ ഇങ്ങനെ ബോംബ് പൊട്ടി വിമാനത്താവളം സീൽ ചെയ്ത നിമിഷം തൊട്ട് ലാസ് പാൽമാസ് വിമാനത്താവളത്തിന്റെ ATC ടെർമിനൽ എയർ സ്പേസിലേക്ക് അടുത്ത ഒരു വിമാനത്തിനും അപ്രോച്ച് ക്ലിയറൻസ് കൊടുക്കുന്നില്ല. സാധാരണഗതിയിൽ അപ്രോച്ച് ക്ലിയറൻസ് കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഒരു താൽക്കാലിക സാഹചര്യം ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ ATC പൈലറ്റിനോട് റിപ്പോർട്ട് ഇന്റൻഷൻ എന്ന് ചോദിക്കും. അപ്പോൾ പൈലറ്റിന് ഒന്നുകിൽ താൻ എയർപോർട്ടിന് മുകളിൽ ഹോൾഡ് ചെയ്യാൻ പോവുകയാണ് എന്നോ അല്ലെങ്കിൽ പബ്ലിഷ് പ്ലാനിലെ ഓൾട്ടർനേറ്റ് ലാൻഡിംഗ് ഓപ്ഷൻ എടുക്കുകയാണ് എന്നോ പറയാവുന്നതാണ്. ഡെസ്റ്റിനേഷനായിട്ടുള്ള എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഒന്നിലധികം ഓൾട്ടർനേറ്റ് ലാൻഡിംഗ് ഓപ്ഷനുകൾ സാധാരണയായി ഫ്ലൈറ്റ് പ്ലാനിൽ ഉണ്ടാകാറുണ്ട്. ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളത് പൈലറ്റിന്റെ മാത്രം ഡിസ്ക്രിപ്ഷനാണ്. ഇവിടെ ലാസ് പാൽമാസ് കൺട്രോളിൽ നിന്ന് അപ്രോച്ച് ക്ലിയറൻസ് കിട്ടാതിരുന്നതുകൊണ്ട് KLM പാൻ അമേരിക്കൻ അടക്കം 5-6 വിമാനങ്ങൾ അന്ന് ലാസ് പാൽമാസ് എയർപോർട്ടിന് സമീപത്തുള്ള എയർ സ്പേസിൽ വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നു.
എന്നാൽ ഈ വിമാനങ്ങളുടെ അപ്രോച്ച് ക്ലിയറൻസിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് പക്ഷേ സാധാരണയിലും നീണ്ടുപോയി. അപ്രോച്ച് ക്ലിയറൻസ് അനിശ്ചിതമായിട്ട് നീണ്ടുപോയതോടെ ഈ വിമാനങ്ങൾ ഒന്നൊന്നായിട്ട് അവരുടെ ഓൾട്ടർനേറ്റ് ലാൻഡിംഗ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതായിരുന്നു ഗ്രാൻഡ് കാനറിയ ദ്വീപിൽ നിന്ന് 20 മിനിറ്റ് മാത്രം അകലെയായി കിടക്കുന്ന ടെനറിഫ് ദ്വീപിലെ ലോസ് റോഡിയോസ് എയർപോർട്ട്. രണ്ട് കൊടുമുടികൾക്കിടയിൽ സാഡിൽ പോലെയുള്ള ഒരു പീഠഭൂമിയിലാണ് ലോസ് റോഡിയോസ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. സ്പെയിനിലെ ഏറ്റവും വലിയ പർവ്വതം പിക്കോ ഡെൽ ടേഡ് എന്നു പേരുള്ള അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഈ ടെനറിഫ് ദ്വീപിലാണ്. ഈ അഗ്നിപർവ്വതത്തിന്റെ സാന്നിധ്യം കാരണം ദ്വീപിൽ ഒരു പ്രത്യേകതരം കാലാവസ്ഥാ പ്രതിഭാസം ഇടയ്ക്കുണ്ടാവാറുണ്ട്. ഈ അപകടത്തിൽ ഏറെ നിർണായകമാകാൻ പോകുന്ന ഒരു പ്രതിഭാസം. അതായത് ഈ അഗ്നിപർവ്വതം ദ്വീപിന്റെ നടുക്കായിട്ട് വരും. മാപ്പിൽ അതിന്റെ വലതുവശത്ത്, അതായത് ദ്വീപിന്റെ വടക്ക് കിഴക്കൻ മൂലയ്ക്കായിട്ടാണ് ലോസ് റോഡിയസ് എയർപോർട്ട് കിടക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് വരുന്ന ഹ്യൂമിഡ് ആയിട്ടുള്ള ട്രേഡ് വിൻസിനെ ഈ അഗ്നിപർവ്വതം തടഞ്ഞു നിർത്തും. അപ്പോൾ ഈ കാറ്റ് തണുക്കും. അതിനുള്ള ഈർപ്പം ഒന്നുകിൽ മേഘങ്ങളാകും, അല്ലെങ്കിൽ മൂടൽമഞ്ഞാകും. ഇത് സംഭവിക്കുന്നത് വളരെ പെട്ടെന്നായിരിക്കും പലപ്പോഴും. അതായത് ഈ അഗ്നിപർവ്വതത്തിന്റെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന ദ്വീപിന്റെ മറ്റു ഭാഗങ്ങളിൽ ഏതാണ്ട് എപ്പോഴും നല്ല വെയിൽ തന്നെയായിരിക്കും. മലയുടെ വടക്ക് കിടക്കുന്ന ലോസ് റോഡിയസ് എയർപോർട്ട് അടക്കമുള്ള ഭാഗങ്ങളിൽ എപ്പോഴാണ് ഇങ്ങനൊരു കടൽക്കാറ്റ് അടിച്ചു കയറുക, എപ്പോഴാണ് കാലാവസ്ഥ മാറുക എന്നത് പ്രവചിക്കാനാവില്ല. അവിടെ എപ്പോഴും നല്ല ഹ്യൂമിഡിറ്റി ആയിരിക്കും. ഒരുവിധം സമയത്തൊക്കെ നല്ല മഴയുമായിരിക്കും. അതുകൊണ്ട് തന്നെ അഗ്നിപർവ്വതത്തിന്റെ വടക്ക് കിടക്കുന്ന ദ്വീപിന്റെ ഭാഗം തെക്കിനേക്കാൾ ഗ്രീനറാണ്. ലോസ് റോഡിയസ് എയർപോർട്ട് സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തിലായതുകൊണ്ട് എയർപോർട്ട് പരിസരങ്ങളിലെ വിസിബിലിറ്റി ഇങ്ങനെ കാറ്റടിച്ച് കയറുമ്പോൾ ഉണ്ടായേക്കാവുന്ന മേഘങ്ങൾ കാരണം വളരെ പെട്ടെന്ന് ഡ്രോപ്പ് ആവും. ഈ മൂടൽമഞ്ഞ് എന്ന് പറയുന്നത് വിസിബിലിറ്റിയുടെ കാര്യത്തിൽ കുറെ കൂടി സ്ഥിരതയുള്ള ഒന്നാണ്. വിസിബിലിറ്റിയിൽ വേരിയേഷൻ ഉണ്ടാവില്ല എന്നല്ല. നേരത്തെ 3000 മീറ്റർ വിസിബിലിറ്റി ഉണ്ടായിരുന്നത് മൂടൽമഞ്ഞ് വന്നാൽ കുറഞ്ഞ് 500 മീറ്ററോ അതിൽ കുറവോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ഈ മൂടൽമഞ്ഞ് മാറും വരെയും അങ്ങനെ തന്നെ തുടരും. എന്നാൽ റോളിംഗ് ക്ലൗഡ്സിന്റെ കാര്യത്തിൽ ഈ വിസിബിലിറ്റി വേരിയേഷൻ കുറെ കൂടി സഡൻ ആണ്. ഇപ്പോൾ 5 km വിസിബിലിറ്റി ഉണ്ടെങ്കിൽ 3 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ അത് 500 മീറ്റേഴ്സ് ആകും. ചിലപ്പോൾ അത് 2 മിനിറ്റിൽ വീണ്ടും കുറഞ്ഞ് 100 മീറ്റേഴ്സ് ആയെന്ന് വരാം. ടെനറിഫ് ദ്വീപിലേക്ക് വിമാനങ്ങൾ വന്ന് ലാൻഡ് ചെയ്ത സമയത്ത് ദ്വീപിലെ വിസിബിലിറ്റി വളരെ നല്ലതായിരുന്നു. പക്ഷേ അപകടമുണ്ടായ സമയത്ത് വളരെ അപ്രതീക്ഷിതമായി വളരെ വലിയൊരു വിസിബിലിറ്റി വേരിയേഷൻ നമ്മൾ പറഞ്ഞ ഈ കാലാവസ്ഥാ പ്രതിഭാസം കാരണം ഉണ്ടാകുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അധികം വൈകാതെ വരാം. അതിനു മുമ്പ് ക്രോണോളജിക്കലി അവിടെ നടന്ന മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ലോസ് റോഡിയസ് വിമാനത്താവളത്തിൽ 1977 മാർച്ച് 27 മുമ്പ് അങ്ങനെ ഇന്റർനാഷണൽ എയർ ട്രാഫിക് കൈകാര്യം ചെയ്ത് കാര്യമായ പരിചയമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. യൂറോപ്പിൽ നിന്ന് ചാർട്ടർ ചെയ്തെത്തുന്ന കുഞ്ഞു കുഞ്ഞു ചാർട്ടർ ജെറ്റുകൾ മാത്രമാണ് അതുവരെ അവിടെ ലാൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സർഫസ് മൂവ്മെന്റ് റഡാറോ റൺവേ വിഷ്വൽ റേഞ്ച് മെഷറിംഗ് സിസ്റ്റമോ ടാക്സിവേ മാർക്കിങ്ങോ ഒന്നും ഇല്ലാതിരുന്ന സെൻട്രൽ ലൈൻ ലൈറ്റുകൾ പോലും പലതും അൺസർവീസബിൾ ആയിരുന്ന ആ എയർപോർട്ട് ഒരു കാരണവശാലും ബോയിങ് 747 പോലെ വലിയ പാസഞ്ചർ ജെറ്റുകൾക്ക് വന്ന് ലാൻഡ് ചെയ്യാനോ ടേക്ക് ഓഫ് ചെയ്യാനോ പറ്റിയ ഒന്നായിരുന്നില്ല എന്ന കാര്യത്തിൽ ഒരു സംശയത്തിനും ഇടയില്ല. ഇതിനൊക്കെ പുറമെ ആ ഞായറാഴ്ച ദിവസം ലോസ് റോഡിയോസ് വിമാനത്താവളത്തിന്റെ എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ പല സ്റ്റാഫും അവധിയിലായിരുന്നതുകൊണ്ട് ATC ഷോർട്ട് സ്റ്റാഫ്ഡ് കൂടിയായിരുന്നു. ഈ അപകടം നടക്കുന്നതിന് മുമ്പുള്ള വർഷങ്ങളിൽ എയർപോർട്ടിന്റെ സേഫ്റ്റി റെക്കോർഡ് വളരെ മോശമായിരുന്നു. 1965-നും 68-നും ഇടയ്ക്കുള്ള വർഷങ്ങളിൽ എയർപോർട്ടിനും പരിസരങ്ങളിലുമായി വർഷത്തിൽ ഒരു എയർ ക്രാഷ് വെച്ച് ഉണ്ടായിക്കൊണ്ടിരുന്നു. ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നതിൽ ദ്വീപിന്റെ വടക്ക് കിഴക്കേ മൂലയ്ക്കൽ അഗ്നിപർവ്വതത്തിന്റെ അപ്പുറത്തായിട്ടുള്ള ലോസ് റോഡിയോസ് വിമാനത്താവളത്തിന്റെ പൊസിഷൻ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളത് കൊണ്ട് ദ്വീപിന്റെ തെക്കേ അറ്റത്തായിട്ട് പുതിയൊരു എയർപോർട്ട് ഉണ്ടാക്കാനുള്ള തീരുമാനം വന്നിരുന്നു. ഈ അപകടം നടക്കുന്ന സമയത്തേക്ക് അതിന്റെ പണി ഏറെക്കുറെ പൂർത്തിയായിരുന്നിട്ടും ദ്വീപിലെ ചില രാഷ്ട്രീയ വടംവലികൾ കാരണം അത് പ്രവർത്തനക്ഷമമാകുന്ന സാഹചര്യം ഇല്ലാതെ പോയി. ഈ സൗത്ത് എൻഡിൽ പണിതീർത്തിരുന്ന പുതിയ എയർപോർട്ടിലാണെങ്കിൽ സർഫസ് മൂവ്മെന്റ് റഡാർ അടക്കം ലോസ് റോഡിയോസ് എയർപോർട്ടിൽ ഇല്ലാതിരുന്ന എല്ലാ പ്രാഥമിക സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു താനും. ഈ വിമാനങ്ങൾ വന്ന് ലാൻഡ് ചെയ്തിരുന്ന അവിടെ ആയിരുന്നുവെങ്കിൽ ഈ അപകടത്തെ സ്വാധീനിച്ച കാലാവസ്ഥാ പ്രതിഭാസം അവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഇങ്ങനൊരു അപകടം തന്നെ നടക്കില്ലായിരുന്നു എന്ന് ചുരുക്കം. ലാസ് പാൽമസിൽ ബോംബ് സ്ഫോടനം നടന്ന് അധികം വൈകാതെ തന്നെ ലോസ് റോഡിയോസിലേക്ക് ഒന്നിനു പിന്നാലെ ഒന്നായി വിമാനങ്ങൾ വന്ന് ലാൻഡ് ചെയ്തുകൊണ്ടിരുന്നു. 1338 അവേഴ്സിലായിരുന്നു ആദ്യത്തെ ലാൻഡിംഗ്. ആദ്യം വന്നിറങ്ങിയത് KLM ഫ്ലൈറ്റ് 4805 ആയിരുന്നു. ഇനിയും വിമാനങ്ങൾ വന്ന് ലാൻഡ് ചെയ്യാനുണ്ട് എന്ന ആന്റിസിപ്പേഷനിൽ ATC വിമാനത്തിനോട് മെയിൻ ടാക്സിവേയുടെ എൻഡിൽ കൊണ്ട് പാർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ലാൻഡ് ചെയ്ത ഉടനെ KLM 747 വിമാനത്തിന്റെ ക്യാപ്റ്റൻ വാൻസാൻഡൻ വിചാരിക്കുന്നത് യാത്രക്കാരെ വിമാനത്തിന്റെ ക്യാബിനിൽ തന്നെ ഹോൾഡ് ചെയ്യാമെന്നും ഉടനെ തന്നെ ടേക്ക് ഓഫ് പെർമിഷൻ കിട്ടും, അപ്പോൾ ലാസ് പാൽമസിലേക്ക് മടങ്ങിപ്പോയി അവിടെ ലാൻഡ് ചെയ്യാം എന്നുമാണ്. പക്ഷേ ഒരു 10-20 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ സംഗതി ഇപ്പോൾ അടുത്തൊന്നും നടപടിയാവുന്ന ലക്ഷണമില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹം യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് ഡിസംബാർക്ക് ചെയ്ത് ടെർമിനൽ ബിൽഡിംഗിലേക്ക് പോയി അവിടെ വിശ്രമിക്കാൻ അനുവദിക്കാമെന്ന് തീരുമാനിച്ചു. വേണമെങ്കിൽ ഒന്ന് കൈകാലുകൾ നിവർത്താനും ടെർമിനലിലെ ബാറിൽ നിന്ന് വല്ലതുമൊക്കെ കഴിക്കാനും അവർക്ക് അവസരം ഉണ്ടാകുമല്ലോ എന്ന് അദ്ദേഹം കരുതി. ഇങ്ങനെ വിമാനം വിട്ടിറങ്ങുന്ന യാത്രക്കാർക്ക് തിരികെ ബോർഡ് ചെയ്യാൻ വേണ്ട റീബോർഡിംഗ് പാസുകൾ വരെ ക്യാബിൻ ക്രൂ വന്ന് ഇഷ്യൂ ചെയ്തിരുന്നു. KLM വിമാനത്തിൽ ആകെ ഉണ്ടായിരുന്ന 235 യാത്രക്കാരും അങ്ങനെ ക്യാപ്റ്റന്റെ നിർദ്ദേശപ്രകാരം ആ വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങി ബസ്സുകളിൽ കയറി ലോസ് റോഡിയോസ് വിമാനത്താവളത്തിന്റെ ടെർമിനൽ ബിൽഡിംഗിലെ ലോഞ്ചിൽ അപ്പോൾ ചെന്നിരിക്കുന്നു. KLM
4805 ലാൻഡ് ചെയ്തതിനു പിന്നാലെ വേറെയും വിമാനങ്ങൾ ലോസ് റോഡിയോസിലേക്ക് വന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. അക്കൂട്ടത്തിൽ ഉച്ചയ്ക്ക് 2:15 പാൻ അമേരിക്കൻ ഫ്ലൈറ്റ് 1736 ലാൻഡ് ചെയ്യുന്നത്. 2:30 മണിയായപ്പോഴേക്കും ലോസ് റോഡിയോസിൽ വന്നിറങ്ങിയ വിമാനങ്ങളുടെ എണ്ണം അവർക്ക് കൈകാര്യം ചെയ്യാനാവുന്നതിന്റെ പരിധി വിട്ടു. പാർക്കിംഗ് ഏപ്രിൽ മുതൽക്ക് മെയിൻ ടാക്സി വേ വരെയുള്ള എല്ലായിടത്തും തലങ്ങും വിലങ്ങും വിമാനങ്ങൾ പാർക്ക് ചെയ്ത് കിടപ്പായി. ഉച്ചയ്ക്ക് 2:15 ടച്ച് ഡൗൺ ചെയ്ത പാൻ അമേരിക്കൻ വിമാനത്തിന്റെ ക്യാപ്റ്റനും തന്റെ യാത്രക്കാരെ ഇതുപോലെ ടെർമിനൽ ബിൽഡിംഗിലേക്ക് അയച്ചാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ടെർമിനൽ ബിൽഡിംഗ് KLMൽ നിന്ന് ഡിസംബാർക്ക് ചെയ്ത 235 പാസഞ്ചർമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നതുകൊണ്ട് പാൻ അമേരിക്കൻ വിമാനത്തിലെ 350 പേരെ കൂടി അങ്ങോട്ടേക്ക് വിടാൻ പറ്റില്ല എന്ന് ATC പറഞ്ഞു. അനുമതി കിട്ടാതിരുന്നതുകൊണ്ട് പാൻ അമേരിക്കൻ വിമാനത്തിൽ നിന്ന് ആരെയും ഡിസംബാർക്ക് ചെയ്ത് ടെർമിനലിലേക്ക് പോകാൻ ക്യാപ്റ്റൻ വിട്ടില്ല. പക്ഷേ ഡിലേ കൂടുതലാവാൻ സാധ്യത ഉണ്ടായിരുന്നതുകൊണ്ട് ക്യാപ്റ്റൻ എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫിനോട് വിമാനത്തിന്റെ വാതിൽക്കലേക്ക് സ്റ്റെപ്സ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. യാത്രക്കാർക്ക് വേണമെങ്കിൽ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് ശുദ്ധമായി ശ്വസിച്ച് കയ്യും കാലും സ്ട്രെച്ച് ചെയ്താനുള്ള അനുമതി അദ്ദേഹം കൊടുത്തു. പിന്നീട് അങ്ങോട്ടുള്ള കുറച്ച് സമയം KLM ഫ്ലൈറ്റിലെ 235 യാത്രക്കാർ ടെർമിനൽ ബിൽഡിംഗിലും പാൻ അമേരിക്കൻ വിമാനത്തിലെ 350 യാത്രക്കാർ വിമാനത്തിന്റെ ക്യാബിനുള്ളിലുമായി കാത്തിരുന്നു. പാൻ അമേരിക്കൻ ഫ്ലൈറ്റിന്റെ പൈലറ്റ് ക്യാപ്റ്റൻ ഗ്രബ്സ് യാത്രക്കാരിൽ ആർക്കെങ്കിലും വിമാനത്തിന്റെ ഫ്ലൈറ്റ് ഡെക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആവാം, താൻ അവിടെ നടക്കുന്ന കാര്യങ്ങളൊരു ടൂർ അവർക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് യാത്രക്കാരെ സമാശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പാൻ അമേരിക്കൻ വിമാനത്തിൽ കാര്യങ്ങൾ ഏറെക്കുറെ സമാധാനപരമായിരുന്നുവെങ്കിൽ KLM വിമാനത്തിന്റെ ഫ്ലൈറ്റ് ഡെക്കിൽ ടെൻഷൻ കൂടി വരികയായിരുന്നു. KLMന്റെ ക്യാപ്റ്റൻ വാൻസാൻഡനും ഫസ്റ്റ് ഓഫീസർ മ്യൂവേഴ്സും ഫ്ലൈറ്റ് എഞ്ചിനീയർ ഷൂഡറും തമ്മിൽ കോക്പിറ്റിൽ നടന്ന ചർച്ച ആയിടെ പാസ്സായ ഡച്ച് ഫ്ലൈറ്റ് ടൈം ലിമിറ്റേഷൻ ലെജിസ്ലേഷനെ കുറിച്ചായിരുന്നു. കുറച്ചുകാലം മുമ്പ് വരെ ഡച്ച് ഏവിയേഷൻ കൺട്രോൾ അതോറിറ്റിയുടെ പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയം സംബന്ധിച്ച ചട്ടങ്ങൾ വളരെ ഉദാരമായിരുന്നു. എന്നാൽ 74 പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമം കാര്യങ്ങളെ മാറ്റിമറിച്ചു. പൈലറ്റുമാർക്കും ഫ്ലൈറ്റ് എഞ്ചിനീയർമാർക്കും ഒറ്റ സ്ട്രെച്ചിൽ പ്രവർത്തിക്കാൻ അനുമതിയുള്ള സമയത്തിന്റെ കാര്യത്തിൽ കർക്കശമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വന്നു. എല്ലാറ്റിൻ്റെ ഉത്തരവാദിത്വം ക്യാപ്റ്റന്റെ തലയിലായി. ഇനി എന്ത് കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞാലും ഈ 3 പേരിൽ ആരെങ്കിലും നിശ്ചയ സമയപരിധി വിട്ട് ജോലി ചെയ്താൽ ക്യാപ്റ്റന് കോടതി കയറേണ്ടി വരും. ഹി വിൽ ബി ഹെൽഡ് ക്രിമിനലി ലയബിൾ ഫോർ ദ ഡിലേ. ലോസ് ഓഫ് ലൈസൻസ് മുതൽ ഔട്ട്റൈറ്റ് ഇംപ്രിസൺമെന്റ് വരെ അടിച്ചു കിട്ടാവുന്ന വകുപ്പുകൾ പുതിയ നിയമത്തിലുണ്ട്. 1976 ഈ നിയമത്തിൽ നിന്ന് മറ്റൊരു ഭേദഗതി കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി. ഒരു പൈലറ്റിന് സ്വന്തമായി തൻ്റെ ഡ്യൂട്ടി ടൈം ലിമിറ്റിൻ്റെ ഡെഡ് ലൈൻ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്തത്ര കോംപ്ലിക്കേറ്റഡ് ആയി പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ. ഇതറിയണമെങ്കിൽ ഓരോ പ്രാവശ്യവും എയർലൈൻ കമ്പനിയുടെ ഓഫീസിൽ വിളിച്ച് ചോദിക്കേണ്ട ഗതികേടായിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്തേക്ക്. ലോസ് റോഡിയോസിൽ വെച്ച് ക്യാപ്റ്റൻ വാൻസാൻഡൻ KLM ഡിസ്പാച്ചിൽ വിളിച്ച് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ മറുപടി ചുരുങ്ങിയത് വൈകിട്ട് 7 മണിക്കെങ്കിലും ലാസ് പാൽമാസിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് ടേക്ക് ഓഫ് ചെയ്താൽ താങ്കൾ സേഫ് ആണ് എന്നതായിരുന്നു. ഗ്രൗണ്ടിലെ കാരണം അതിന് സാധിച്ചില്ല എങ്കിൽ KLMന് അവരുടെ ലാസ് പാൽമാസ് ടു ആംസ്റ്റർഡാം ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഒപ്പം അതിലെ യാത്രക്കാരെയും ക്രൂ മെമ്പർമാരെയും അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ട സ്റ്റാർ ഹോട്ടലുകളും കണ്ടെത്തണം. ടൂറിസ്റ്റ് സീസൺ പീക്കിൽ നിൽക്കുന്ന ആ സമയത്ത് അത് ഏറെക്കുറെ അസാധ്യമായ ഒരു പണിയായിരുന്നു. അതുകൊണ്ട് തന്നെ ലോസ് റോഡിയോസിൽ വന്നുകൊണ്ടിരുന്ന ഈ ഗ്രൗണ്ട് ഡിലേ അവരെ വല്ലാതെ അലട്ടി. അവർക്ക് ആംസ്റ്റർഡാമിൽ ചെന്നിറങ്ങി ഡ്യൂട്ടിയിൽ നിന്ന് റിലീവ് ചെയ്യാൻ ഇനി ഒരുപാടൊന്നും സമയം ബാക്കി അവശേഷിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് തിരികെ ലാസ് പാൽമസിൽ ചെന്നിറങ്ങി അവിടെ നിന്ന് വീണ്ടും ടേക്ക് ഓഫ് ചെയ്യാൻ ക്യാപ്റ്റനും സംഘവും വെമ്പി. ഇതിനിടയ്ക്ക് സമയം ഉച്ചയ്ക്ക് 2:30 ആയപ്പോഴേക്കും ലാസ് പാൽമാസിലെ ബോംബ് സ്വീപ്പിംഗ് പൂർത്തിയായി. രണ്ടാമതൊരു ബോംബ് കണ്ടെടുക്കാതിരുന്നതുകൊണ്ട് അധികം വൈകാതെ എയർപോർട്ട് വീണ്ടും ഓപ്പൺ ആയി. ഈ വിവരം ഉടനടി ലോസ് റോഡിയോസ് എയർപോർട്ടിൽ കാത്തു കിടക്കുന്ന വിമാനങ്ങൾക്ക് കൈമാറപ്പെടുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞ KLM ഫ്ലൈറ്റ് 4805 ക്യാപ്റ്റന് എത്രയും പെട്ടെന്ന് തന്നെ ലോസ് റോഡിയോസിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്താൽ കൊള്ളാം എന്നുണ്ട്. പക്ഷേ കുറച്ച് നേരത്തെ അവരുടെ 235 പാസഞ്ചേഴ്സിനെയും റിലാക്സ് ചെയ്യാൻ വേണ്ടി ടെർമിനൽ ബിൽഡിംഗിലേക്ക് വിട്ട അവരുടെ തീരുമാനം ലാസ് പാൽമസിൽ നിന്ന് സെക്യൂരിറ്റി ക്ലിയറൻസ് വിചാരിച്ചാലും നേരത്തെ വന്നപ്പോൾ അവർക്ക് വിനയായി. അതോടെ എത്രയും പെട്ടെന്ന് തന്നെ യാത്രക്കാരെ ടെർമിനലിൽ നിന്ന് വിമാനത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിൽ തുടങ്ങി KLMന്റെ ക്യാബിൻ ക്രൂ. എന്നാൽ അങ്ങനെ മുഴുവൻ യാത്രക്കാരെയും എത്രയും പെട്ടെന്ന് റൗണ്ട് അപ്പ് ചെയ്ത് തിരികെ വിമാനത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സ് പിന്നെയും ഒരുപാട് നേരം വൈകുന്നു. ഈ കൂട്ടത്തിൽ ഒരു പാസഞ്ചർ ടെനറിഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു ഡച്ച് ടൂർ ഗൈഡ് റോബിന വാൻ ലാൻസ്കോട്ട് കാത്തിരുന്ന് മുഷിഞ്ഞപ്പോൾ ക്യാബിൻ ക്രൂവിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി തന്റെ യാത്ര അവിടെ വെച്ച് മതിയാക്കി വിമാനത്താവളത്തിന്റെ ടെർമിനൽ ബിൽഡിംഗിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് തന്റെ ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഇറങ്ങി പോകുന്നു. എന്ത് ഇറിറ്റേഷന്റെ പുറത്തായാലും അന്ന് കാണിക്കാൻ തോന്നിയ ആ ചെറിയ അനുസരണക്കേട് ആ KLM 747 വിമാനത്തിൽ സഞ്ചരിച്ച 235 യാത്രക്കാരിൽ ജീവനോട് അവശേഷിച്ച ഒരാളായിട്ട് റോബിനെ മാറ്റി. അതുപോലെ യാത്രക്കാരിൽ 4 പേരടങ്ങുന്ന ഒരു ഡച്ച് കുടുംബത്തിലെ 2 കുട്ടികളെ അന്ന് ആ എയർപോർട്ട് ടെർമിനലിൽ വെച്ച് കാണാതായി എന്നും ഗ്രൗണ്ട് സ്റ്റാഫിൽ ഒരാൾ ഏറെ നേരം പണിപ്പെട്ട് തിരിഞ്ഞ് ആ 2 കുട്ടികളെയും തിരികെ KLM വിമാനത്തിൽ തന്നെ എത്തിച്ചു എന്നും വെരിഫൈഡ് അല്ലാത്തൊരു ലെജൻഡ് കൂടിയുണ്ട്. ആ കഥയിൽ വാസ്തവമുണ്ട് എങ്കിൽ ഈ എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് പിന്നീട് തൻ്റെ ആത്മാർത്ഥതയിൽ വല്ലാതെ പശ്ചാത്തപിച്ചു കാണും. KLM ഫ്ലൈറ്റിന്റെ പിന്നിൽ ടാക്സി വേയിൽ നിർത്തിയിട്ടിരുന്ന പാൻ അമേരിക്കൻ 1736 വിമാനത്തിന്റെ പൈലറ്റ് ക്യാപ്റ്റൻ ഗ്രബ്സിനും നേരത്തെ ലാസ് പാൽമസിലെ സെക്യൂരിറ്റി ക്ലിയറൻസിന്റെ മെസ്സേജ് കിട്ടിയിരുന്നു. KLM ടേക്ക് ഓഫ് ചെയ്യുന്നില്ല എങ്കിൽ ചെയ്യേണ്ട പാനാമിലെ യാത്രക്കാർ മുഴുവനും ക്യാബിനിലുണ്ട്, ഞങ്ങൾക്ക് എഞ്ചിൻ ഓൺ ചെയ്യാൻ പെർമിഷൻ തരൂ എന്ന് അദ്ദേഹം ATCയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ATCക്ക് വേണമെങ്കിൽ പാൻ അമേരിക്കൻ വിമാനത്തെ അപ്പോൾ അതിന് അനുവദിക്കാമായിരുന്നു.
പക്ഷേ ചെറിയൊരു സാങ്കേതിക തടസ്സം കാരണം അവർക്കതിന് സാധിക്കുന്നില്ല. ഈ പാനാം വിമാനത്തിന് മുന്നിലായിട്ട് ടാക്സിവേയുടെ അങ്ങേയറ്റത്ത് KLM 4805 ഫ്ലൈറ്റ് വഴിമുടക്കി കടന്നിരുന്നതുകൊണ്ട് പാനാം വിമാനത്തിന് അതിനെ മറികടന്ന് ടേക്ക് ഓഫിന് വേണ്ടി റൺവേയിലേക്ക് കടക്കാൻ സാധിക്കുമായിരുന്നില്ല. ടാക്സിവേയിൽ പാർക്ക് ചെയ്ത് കിടന്ന KLM 747 വിമാനത്തെ മറികടന്ന് അതിൻ്റെ വശത്തുകൂടി ഏതാണ്ട് അതേ സൈസ് തന്നെയുള്ള പാൻ അമേരിക്കൻ വിമാനത്തിന് കടന്നുപോകാൻ വേണ്ടത്ര ഇടം ആ ടാക്സിവേയിൽ ഉണ്ടാകാനിടയില്ല എന്നതായിരുന്നു ATCയുടെ നിഗമനം. അതുകൊണ്ട് ATC പാൻ അമേരിക്കൻ വിമാനത്തിന് എഞ്ചിൻ ഓൺ ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നില്ല. ഇനിയൊരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ ആ പാനാം വിമാനം പാർക്ക് ചെയ്ത് കിടക്കുന്ന ടാക്സിവേയിൽ നിന്ന് ഒരു 180 ഡിഗ്രി യൂ ടേൺ അടിച്ച് തിരിച്ചു പോകാമെന്ന് വെച്ചാൽ അതിനുവേണ്ട സ്ഥലവും ആ ടാക്സിവേയിലില്ല. തങ്ങളുടെ യാത്രക്കാർ തിരികെ ടെർമിനലിൽ നിന്ന് മടങ്ങി വന്ന് ബോർഡ് ചെയ്ത് തീർന്നിട്ടില്ലാത്തതുകൊണ്ട് നിലവിൽ അവിടെ നിന്ന് റൺവേയിലേക്ക് മാറ്റി ടേക്ക് ഓഫിന് ശ്രമിക്കാവുന്ന ഒരു സാഹചര്യമല്ല എന്നായിരുന്നു ക്യാപ്റ്റൻ മാൻസാൻഡിൽ നിന്ന് ക്യാപ്റ്റൻ ഗ്രബ്സിന് കിട്ടിയ മറുപടി. ഇത് കേട്ടപ്പോൾ ക്യാപ്റ്റൻ ഗ്രബ്സിന് നല്ല കലിയാണ് വന്നത്. അവരിട്ട് പോവുകയുമില്ല, തൻ്റെ വിമാനത്തിലോട്ട് പോകാൻ അനുവദിക്കുന്നുമില്ല. നേരത്തെ ATCയുമായിട്ട് നടന്ന കമ്മ്യൂണിക്കേഷനിൽ അവിടെ വീതി വേണ്ടത്ര ഉണ്ടാകാൻ ഇടയില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. അതൊന്ന് പരിശോധിച്ച് ഉറപ്പിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ ഗ്രബ്സ് തൻ്റെ ഫ്ലൈറ്റ് എഞ്ചിനീയറെയും ഫസ്റ്റ് ഓഫീസറെയും KLM വിമാനം കിടക്കുന്നിടത്തേക്ക് ബൈ ഫുട്ട് പറഞ്ഞേക്കുന്നു. നടന്നു എന്ന് അളവെടുത്ത് തിരികെ വന്ന് അവർ പറഞ്ഞത് സേഫായിട്ട് വിമാനത്തിന് കടന്നു പോകാൻ വേണ്ട വീതിക്ക് ഒരു 4 മീറ്ററിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് KLMൻ്റെ സൈഡിലൂടെ പാസ് ചെയ്ത് അപ്പുറം പോക്ക് നടക്കില്ല എന്നാണ്. ഏറെ നേരത്തെ പ്രയത്നത്തിന് ശേഷം ഒടുവിൽ വൈകിട്ട് ഏതാണ്ട് 4 മണിയോടെ KLM വിമാനത്തിലെ 235 ഓൺബോർഡ് യാത്രക്കാരിൽ കാമുകൻ്റെ വീട്ടിലേക്ക് പോയ റോബിനെ ഒഴികെ 234 പേരെയും തിരികെ എത്തിക്കാൻ വിമാനത്തിൻ്റെ ക്യാബിൻ ക്രൂവിന് സാധിച്ചു. എന്നാൽ അതിനുശേഷം ക്യാപ്റ്റൻ മാൻസാൻഡൻ കൈക്കൊണ്ട മറ്റൊരു കാൽക്കുലേറ്റഡ് ഡിസിഷൻ അവരുടെ ടേക്ക് ഓഫ് വീണ്ടും വൈകിച്ചു. ലാസ് പാൽമസിൽ ചെന്ന ശേഷം ആംസ്റ്റർഡാം വരെ എത്താനുള്ള ഇന്ധനം നിറയ്ക്കാമെന്നതായിരുന്നു നേരത്തെയുള്ള പ്ലാൻ. എന്നാൽ വിമാനത്തിൽ തൻ്റെ യാത്രക്കാർ മുഴുവൻ തിരികെ കയറിയ ശേഷം ക്യാപ്റ്റൻ അതിൽ അഡീഷണൽ ആയിട്ടൊരു 55,500 ലിറ്റർ ഏവിയേഷൻ ഫ്യൂൽ കൂടി ഫില്ല് ചെയ്യുന്നു. ആ KLM വിമാനത്തിന് തിരികെ ലാസ് പാൽമാസ് വരെ എത്താൻ മാത്രമല്ല അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്ത് തിരിച്ച് ആംസ്റ്റർഡാം വരെ പോകാനും അത് ധാരാളമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ലോസ് റോഡിയോസിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്ന വിമാനങ്ങൾ ഒന്നൊന്നായി തിരികെ ലാസ് പാൽമാസിലേക്ക് ചെന്ന് ലാൻഡ് ചെയ്താൽ അത് അവിടുത്തെ ഫ്യൂൽ പമ്പിൽ വിമാനങ്ങളുടെ വലിയൊരു ക്യൂ തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ക്യാപ്റ്റൻ മാൻസാൻഡൻ കരുതി. അതുകൊണ്ട് ഇവിടെ ലോസ് റോഡിയോസിൽ നിന്ന് തന്നെ ഇന്ധനം നിറച്ചുകൊണ്ട് പോകുന്നതായിരിക്കും ബുദ്ധി എന്ന് അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. ഇവിടെ നിലവിൽ പരമാവധി അരമണിക്കൂറിൽ തീരുന്ന കാര്യം ലാസ് പാൽമാസിൽ ചെന്നാൽ ചിലപ്പോൾ ഇരട്ടി സമയമെടുക്കുമെന്ന് അദ്ദേഹം കരുതി. അതുകൊണ്ട് തന്നെ KLM ക്യാപ്റ്റൻ മാൻസാൻഡൻ തൻ്റെ വിമാനത്തിൽ അപ്പോൾ തന്നെ ഇന്ധനം നിറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. KLM ക്യാപ്റ്റൻ മാൻസാൻഡന്റെ ഈ ഡിമാൻഡും അത് കാരണമുണ്ടായ അധിക കാലതാമസവും സ്വാഭാവികമായും പാൻ അമേരിക്കൻ വിമാനത്തിന്റെ ക്രൂവിനെ ചൊടിപ്പിക്കുന്നുണ്ട്. നേരത്തെ പാക്സ് ഓൺബോർഡ് ഇല്ല എന്നും പറഞ്ഞ് ഓൾറെഡി 1.5 മണിക്കൂർ അവരെ തടഞ്ഞു വെച്ച് കഴിഞ്ഞു. അതിനു പുറമെയാണ് റീഫ്യൂലിംഗിന്റെ പേരും പറഞ്ഞുള്ള ഈ അരമണിക്കൂർ അധിക കാലതാമസം. ലോസ് റോഡിയോസ് വിമാനത്താവളത്തിൽ അപ്പോൾ അനുനിമിഷം മോശമായി കൊണ്ടിരുന്ന വിസിബിലിറ്റി സാഹചര്യത്തിൽ വീണ്ടും ഒരു അരമണിക്കൂർ റീഫ്യൂലിംഗിന് വേണ്ടി കൂടി ചെലവിട്ട KLM ക്യാപ്റ്റന്റെ നടപടി എത്ര കണ്ട് ശരിയായിരുന്നു എന്ന കാര്യത്തിൽ പിന്നീട് വ്യോമയാന സുരക്ഷാ വിദഗ്ധർക്കും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് ടെനറിഫ് ദ്വീപിന്റെ ലോസ് റോഡിയോസ് വിമാനത്താവളം പരിസരങ്ങളിലെ കാലാവസ്ഥ തുടർച്ചയായി വഷളായിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു. വൈകിട്ട് 4 മണി അടുപ്പിച്ച് KLM വിമാനത്തിന്റെ ക്യാപ്റ്റൻ മാൻസാൻഡൻ തന്റെ വിമാനം റീഫ്യൂൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ നേരത്തെ വിശദീകരിച്ച കാലാവസ്ഥാ പ്രതിഭാസം കിക്കിനായി. വിമാനത്താവളത്തിന്റെ പരിസരങ്ങളിലേക്ക് വെൺമേഘങ്ങൾ റോൾ ചെയ്തു വന്നുകൊണ്ടിരുന്നു. വിസിബിലിറ്റി നിന്ന നിൽപ്പിൽ മിനിറ്റ് വെച്ച് കുറഞ്ഞും കൂടിയുമിരുന്നു. വിമാനം ഫ്യൂൽ ചെയ്ത് തീർന്നാൽ ഉടനെ ടേക്ക് ഓഫിന് ശ്രമിക്കാമെന്ന് KLM ക്യാപ്റ്റൻ മാൻസാൻഡനും KLM വിമാനം മുന്നിൽ നിന്ന് നീങ്ങി റൺവേയിലേക്ക് പോയി ടേക്ക് ഓഫ് ചെയ്താൽ അതിന് പിന്നാലെ തങ്ങൾക്കും ടേക്ക് ഓഫ് ചെയ്യാമെന്ന് പാൻ അമേരിക്കൻ വിമാനത്തിന്റെ ക്യാപ്റ്റൻ ഗ്രബ്സും മനസ്സിൽ കരുതിയെങ്കിലും ഒരു ഭീതി അവർ ഇരുവരുടെയും മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. വിസിബിലിറ്റി എങ്ങാനും ഒരു പരിധിയിൽ കൂടുതൽ ഇടിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഓവർനൈറ്റ് ലോസ് റോഡിയോസ് എയർപോർട്ടിൽ തന്നെ ഹോൾട്ട് ചെയ്യേണ്ടി വന്നേക്കാം. ഒടുവിൽ ഏറെ നേരം വൈകിയാണെങ്കിലും പ്രാദേശിക സമയം വൈകിട്ട് 4:51 അടുപ്പിച്ച് KLM വിമാനം അതിന്റെ റീഫ്യൂലിംഗ് പൂർത്തിയാക്കി. ATCയിൽ നിന്ന് വിമാനത്തിന്റെ എഞ്ചിൻ ഓൺ ചെയ്യാനുള്ള അനുമതി അവർ തേടി. 20 സെക്കൻഡ് പിന്നാലെ പാൻ അമേരിക്കൻ വിമാനവും അതിന്റെ എഞ്ചിൻ ഓൺ ആക്കാനുള്ള അനുമതി തേടി ATCയെ ബന്ധപ്പെട്ടു. ടേക്ക് ഓഫിന് മുമ്പുള്ള മാൻഡേറ്ററി പരിശോധന പൂർത്തിയാക്കിയ ശേഷം ATCയുടെ അനുമതിയോടെ തന്നെ KLM വിമാനം റൺവേയിലേക്ക് പതിയെ ടാക്സി ചെയ്തു തുടങ്ങി. ആ സമയത്ത് വിമാനത്താവളത്തിൽ വീശിക്കൊണ്ടിരുന്ന കാറ്റിന്റെ ഗതി പടിഞ്ഞാറ് ദിക്കിൽ നിന്നായിരുന്നുകൊണ്ട് ടേക്ക് ഓഫ് ചെയ്യേണ്ടിയിരുന്നത് റൺവേ 30 നിന്നാണ്. അന്ന് ലോസ് റോഡിയോസ് വിമാനത്താവളത്തിന്റെ പാർക്കിംഗ് ഏപ്രിനുകളിലും ടാക്സിവേയിലും മറ്റുമായി ഒരുപാട് വിമാനങ്ങൾ പാർക്ക് ചെയ്ത് കിടന്നിരുന്നതുകൊണ്ട് ഒന്നൊന്നായി ഏത് സീക്വൻസിൽ ടേക്ക് ഓഫിന് വിടാമെന്നാണ് ATC അപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. ക്ലൗഡ്സ് റോൾ ചെയ്ത് നിമിഷം തോറും വിസിബിലിറ്റി കുറഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അത് അത്യന്തം ദുഷ്കരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാറാൻ പോവുകയായിരുന്നു. നിലവിൽ KLM വിമാനമുള്ളത് റൺവേ 12ന്റെ തുടക്കത്തിലാണ്. വിമാനം ടേക്ക് ഓഫ് ചെയ്യണമെന്ന് ATC നിർദ്ദേശിച്ച റൺവേ 30 എന്ന് പറയുന്നത് ഫിസിക്കലി റൺവേ 12 തന്നെയാണ്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ റൺവേ 12, തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയാൽ റൺവേ 30. ഏത് റൂട്ടിൽ എങ്ങനെ വിമാനങ്ങൾ കടത്തിവിടണമെന്ന് അല്പനേരം ആലോചിച്ച ശേഷം കൺട്രോളർ KLM ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റന് റേഡിയോയിലൂടെ നിർദ്ദേശം നൽകി. വിമാനം റൺവേ 12 ടാക്സി ചെയ്ത് അങ്ങറ്റം വരെ ചെന്ന ശേഷം 180 ഡിഗ്രി യൂ ടേൺ എടുത്ത് റൺവേ 30 തുടക്കത്തിൽ ടേക്ക് ഓഫിന് വേണ്ടി ലൈനപ്പ് ആവണം. KLM ക്യാപ്റ്റന് നിർദ്ദേശം നൽകി 4 മിനിറ്റിനുള്ളിൽ ATC പാൻ അമേരിക്കൻ വിമാനത്തിന്റെ ക്യാപ്റ്റനും അവർ ചെയ്യേണ്ടത് എന്ത് എന്ന നിർദ്ദേശം നൽകി.
KLM വിമാനത്തിന് പിന്നാലെ റൺവേ 12 ചെന്ന് മൂന്നാമത്തെ എക്സിറ്റ് എടുത്ത് ടാക്സി വേയിൽ കയറണം. റൺവേ 12 ആദ്യത്തെ 2 എക്സിറ്റിലൂടെ തിരിഞ്ഞാലും ടാക്സി വേയിൽ വേറെ വിമാനങ്ങൾ പാർക്ക് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ATC പാൻ അമേരിക്കൻ വിമാനത്തിനോട് റൺവേ 12 ചെന്ന് തേർഡ് എക്സിറ്റ് എടുത്ത് ടാക്സി വേയിലൂടെ ചെന്ന് റൺവേ 30 KLM വിമാനത്തിന് പിന്നാലെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ഇങ്ങനെ KLM വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി ടാക്സി ചെയ്ത് പോയതിന് പിന്നാലെ ചെല്ലാനുള്ള ATC നിർദ്ദേശം പാൻ അമേരിക്കൻ വിമാനത്തിന്റെ ക്യാപ്റ്റൻ ഗ്രബ്സിന് അത്ര ഹിതകരമെന്ന് തോന്നിയില്ല എങ്കിലും ATCയിൽ നിന്ന് നിർദ്ദേശം നൽകിയ വ്യക്തിക്ക് ഇംഗ്ലീഷിൽ അത്ര പരിജ്ഞാനം പോരാ എന്ന് തോന്നിയുകൊണ്ട് മാത്രം ക്യാപ്റ്റൻ അപ്പോൾ അതിനെ എതിർക്കാൻ മിനക്കെട്ടില്ല. ഈ 2 വിമാനങ്ങൾ KLM 4805 പാൻ അമേരിക്കൻ 1736 ഇങ്ങനെ റൺവേയിൽ ഒന്നിനു പിന്നാലെ ഒന്നായി പോയിക്കൊണ്ടിരുന്ന സമയത്ത് വിസിബിലിറ്റി വളരെ പെട്ടെന്ന് വളരെയധികം ഡ്രോപ്പായി. അത് മിനിറ്റിന് വെച്ച് ഏറിയും കുറഞ്ഞു വരുന്നു. ATCക്കും ഈ 2 വിമാനങ്ങളുടെ ക്രൂവിനും പരസ്പരം കാണാനാവാത്ത ഒരു സാഹചര്യം വന്നു. ലോസ് റോഡിയോസ് വിമാനത്താവളത്തിൽ സർഫസ് മൂവ്മെന്റ് റഡാർ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ റേഡിയോ വഴിക്ക് പൈലറ്റുമാർ നൽകുന്ന റിപ്പോർട്ടുകൾ മാത്രമായിരുന്നു ATCക്ക് വിമാനങ്ങൾ ഗ്രൗണ്ടിൽ എവിടെയാണെന്ന് അറിയാനുള്ള ഒരേയൊരു മാർഗം. ടാക്സി വേയിലേക്കുള്ള എക്സിറ്റ് തപ്പി പോയിക്കൊണ്ടിരുന്ന പാൻ അമേരിക്കൻ വിമാനത്തിന്റെ പൈലറ്റിനും കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ലായിരുന്നു. കാരണം ആ എയർപോർട്ടിലെ ടാക്സി വേയിൽ ലൈറ്റഡ് മാർക്കിങ്സ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇതിനൊക്കെ പുറമെ എയർ ട്രാഫിക് കൺട്രോളറുടെ തിക്ക് സ്പാനിഷ് ആക്സെന്റ് കാരണം പൈലറ്റുമാർക്ക് അയാളുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് അനുഭവപ്പെട്ടു. ഉദാഹരണത്തിന് ലീവ് ദ റൺവേ തേർഡ് വൺ യുവർ ലെഫ്റ്റ് എന്ന് കൺട്രോളർ പറഞ്ഞപ്പോൾ ഫസ്റ്റ് എന്നാണോ തേർഡ് എന്നാണോ പറഞ്ഞതെന്ന് പാൻ അമേരിക്കൻ പൈലറ്റിന് വ്യക്തമായില്ല. അതിനിടയിൽ കൺട്രോളർ KLM ക്രൂവിനോട് ഒരു കാര്യം തിരക്കുന്നു. KLM 4805 ഹൗ മെനി ടാക്സി വേസ് ഡിഡ് യു പാസ്? നിങ്ങൾ ഇതുവരെ എത്ര ടാക്സി വേകൾ പാസ് ചെയ്തു എന്ന്. ഐ തിങ്ക് ഐ ജസ്റ്റ് പാസ്ഡ് ചാർലി 4 നൗ എന്ന് KLM 4805 ഫസ്റ്റ് ഓഫീസർ മ്യൂവേഴ്സിന്റെ മറുപടി. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് ദ റൺവേ മേക്ക് 180 ആൻഡ് റിപ്പോർട്ട് ആൻഡ് റെഡി ഫോർ ATC ക്ലിയറൻസ്. റൺവേയുടെ അവസാനം എത്തുമ്പോൾ 180 ഡിഗ്രി യൂട്ടേൺ എടുത്ത് റിപ്പോർട്ട് ചെയ്യുക, ATC ക്ലിയറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതിനിടയിൽ ATCയും പാൻ അമേരിക്കൻ വിമാനത്തിന്റെ ക്രൂവും തമ്മിലും നിരവധി എക്സ്ചേഞ്ചുകൾ നടക്കുന്നുണ്ട്. എല്ലാറ്റിൻ്റെ ഒടുവിലായി പാൻ അമേരിക്കൻ ഫസ്റ്റ് ഓഫീസർ ബ്രാഗ് ATCയോട് ചോദിക്കുന്നത്, വുഡ് യു കൺഫേം ദാറ്റ് യു വാണ്ട് ദ ക്ലിപ്പർ 1736 ടു ടേൺ ലെഫ്റ്റ് അറ്റ് ദ തേർഡ് ഇന്റർസെക്ഷൻ? ക്ലിപ്പർ 1736 മൂന്നാമത്തെ ഇന്റർസെക്ഷനിൽ ഇടത്തോട്ട് തിരിയണമെന്നാണോ താങ്കൾ പറയുന്നത് എന്ന്. ദ തേർഡ് വൺ സർ, 123 തേർഡ് വൺ എന്ന് കൺട്രോളറുടെ മറുപടി. ദാറ്റ് ഈസ് വാട്ട് വി നീഡ് റൈറ്റ് എന്ന് ക്യാപ്റ്റൻ ഗ്രബ്സിന്റെ പ്രതികരണം. സ്പാനിഷിൽ 123 എന്ന് പാനം ഫ്ലൈറ്റ് എഞ്ചിനീയറുടെ വക അപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടായി. പാൻ അമേരിക്കൻ ക്രൂ അവരുടെ ടാക്സി ചെക്ക് ലിസ്റ്റ് പരിശോധിച്ച് തീർന്ന നേരം കൊണ്ട് വൈകിട്ട് കൃത്യം 5:05 മുന്നേ പോയ KLM 4805 റൺവേ 12 അങ്ങേയറ്റത്തെത്തി. പയ്യെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള യൂട്ടേൺ എടുക്കാൻ അത് ആരംഭിച്ചു. ക്യാപ്റ്റൻ മാൻസാൻഡന് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ തന്റെ തലച്ചോറിനെ പരമാവധി ഏകാഗ്രമാക്കിയേ മതിയാവുമായിരുന്നുള്ളൂ. കാരണം അദ്ദേഹം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ബോയിങ് 747 വിമാനത്തിന്റെ മിനിമം ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് 42 മീറ്ററാണ്. അവിടെ റൺവേയുടെ വീതി ആകെ 45 മീറ്റർ മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് പാൻ അമേരിക്കൻ 1736 ക്രൂവും അവരുടേതായിട്ടുള്ള ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ പക്കലുണ്ടായിരുന്ന ലോസ് റോഡിയോസ് വിമാനത്താവളത്തിന്റെ ബ്ലൂ പ്രിന്റ് ചാർട്ടുകൾ പ്രകാരം റൺവേ 12 നിന്ന് ഇടത്തേക്കുള്ള മൂന്നാമത്തെ എക്സിറ്റ് എന്ന് പറയുന്നത് അത്രയും നേരമായി അവർ ടാക്സി ചെയ്തു വന്നിരുന്ന അതേ ഡയറക്ഷനിൽ പിന്നിലേക്ക് വളരെ ഷാർപ്പായിട്ടുള്ള 45 ഡിഗ്രി ആംഗിൾ ചെയ്യുന്ന ഒരു നാരോ സ്ട്രിപ്പാണ്. ഈ റൺവേ 12 നിന്ന് മെയിൻ ടാക്സി വേയിലേക്ക് കയറണമെങ്കിൽ അവരുടെ വിമാനത്തിന് അടുപ്പിച്ച് 2 135 ഡിഗ്രി ടേണുകൾ എടുക്കേണ്ടതുണ്ട്. അത് ബോയിങ് 747 പോലെ നല്ല വലിപ്പമുള്ളൊരു ജംബോ ജെറ്റ് വിമാനത്തിന് അതിന് വലിപ്പം വെച്ച് ഈ 2 ടേണുകൾ എടുക്കാൻ ആ ഇടുങ്ങിയ പാസേജിൽ നിന്നുകൊണ്ട് സാധിക്കുകയില്ല. അത് വിമാനം നിയന്ത്രിച്ചിരുന്ന കോക്പിറ്റ് ക്രൂവിന് നല്ല ധാരണയുള്ള ഒരു കാര്യമായിരുന്നു. എന്നാൽ ലോസ് റോഡിയോസിന്റെ ATCയിലിരുന്ന് അവർക്ക് അങ്ങനെ തിരിയാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത കൺട്രോളർക്ക് മാത്രം ബോയിങ് 747 വിമാനത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലായിരുന്നു. ഇങ്ങനൊരു പ്രശ്നം നിലവിലുണ്ടായിരുന്നത് കൊണ്ട് മൂന്നാമത്തെ എക്സിറ്റ് എത്തിയപ്പോൾ പാൻ അമേരിക്കൻ 1736 വിമാനം അത് എടുക്കുന്നില്ല. ഇങ്ങനെ മൂന്നാമത്തെ എക്സിറ്റിലൂടെ വിമാനം കടന്നു പോകില്ല എന്ന് നല്ല നിശ്ചയമുണ്ടായിരുന്നതുകൊണ്ട് ആ നിർണായക നിമിഷത്തിൽ പാൻ അമേരിക്കൻ 1736 വിമാനത്തിലെ ക്രൂവിന് ഒരു സംശയം തോന്നുന്നു. നേരത്തെ ATCയിൽ നിർദ്ദേശം കിട്ടിയ സമയത്ത് അവർ എക്സിറ്റ് 1ന്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ അതിനുശേഷമുള്ള എക്സിറ്റുകളായിരിക്കും 1, 2, 3 എന്ന് എണ്ണിയത് എന്ന് അവർ അനുമാനിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഇടത്തോട്ടുള്ള മൂന്നാമത്തെ എക്സിറ്റ്, അതായത് ചാർട്ടിലെ എക്സിറ്റ് 4 എന്ന് പറയുന്നത് ഒരു ബോയിങ് 747 വിമാനത്തിന് വളരെ എളുപ്പത്തിൽ തിരിഞ്ഞ് ടാക്സി വേയിലേക്ക് കയറാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫോർവേഡ് ആംഗിളും സാമാന്യം വീതിയും ഒക്കെ ഉള്ള ഒരു എക്സിറ്റാണ്. അല്പം കൂടി മുന്നോട്ട് പോയാൽ അതിലൂടെ അങ്ങ് ടാക്സി വേയിലോട്ട് പ്രവേശിക്കാമെന്ന് അവർ കരുതി. ഈ സമയമായപ്പോഴേക്കും KLM ഫ്ലൈറ്റ് 4805 ക്രൂ അവരുടെ ടേക്ക് ഓഫ് ചെക്ക് ലിസ്റ്റ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫീസർ മ്യൂവേഴ്സ് ചെക്ക് ലിസ്റ്റ് പൂർത്തിയായ വിവരം സ്ഥിരീകരിച്ചു. കനത്ത മേഘത്തിന്റെ ഒരു വേവ് കൂടി അവിടേക്ക് ഒഴുകിയെത്തി. തൊട്ടടുത്ത മിനിറ്റിൽ വിസിബിലിറ്റി 300 മീറ്ററിൽ താഴെ പോയി. വിസിബിലിറ്റി മോശമാണ്, എത്രയും പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യണമെന്ന് ക്യാപ്റ്റൻ മാൻസാൻഡറിന് തോന്നി. അദ്ദേഹം വിമാനത്തിന്റെ ത്രോട്ടിൽ ലിവർ അഡ്വാൻസ് ചെയ്ത് വിമാനം മുന്നോട്ടേക്ക് എടുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഫസ്റ്റ് ഓഫീസർ മ്യൂവേഴ്സ് ഇടപെട്ടു. വെയിറ്റ് എ മിനിറ്റ്, വി ഡു നോട്ട് ഹാവ് ദ ATC ക്ലിയറൻസ്.
ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ സാർ, നമുക്ക് ATC ക്ലിയറൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കേട്ട വാൻ സാൻഡൻ ടോട്ടൽ ലിവർ തിരികെ റിട്രാക്ട് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് ഓഫീസർ മ്യൂസിനോടായിട്ട് നോ ഐ നോ ദാറ്റ്, ഗോ ഹെഡ് ആസ്ക് എന്ന് നിർദ്ദേശിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ATC ക്ലിയറൻസ് എന്നത് ടേക്ക് ഓഫ് ക്ലിയറൻസിന് തുല്യമല്ല. ATC ക്ലിയറൻസ് എന്ന് വെച്ചാൽ ടേക്ക് ഓഫ് ചെയ്ത ശേഷം വിമാനം പോകേണ്ട റൂട്ടിൻ്റെ ഒരു കൺഫർമേഷൻ മാത്രമാണ്. അതൊരിക്കലും വിമാനത്തിന് പറന്നുയരാനുള്ള അനുമതി നൽകുന്നില്ല. പറന്നുയരാൻ തയ്യാറെടുക്കുന്ന ഒരു വിമാനം ആദ്യം കൺട്രോളിൽ നിന്ന് ATC ക്ലിയറൻസ് എടുക്കണം. പിന്നാലെ റൺവേയിൽ ചെന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി ലൈനപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ ടേക്ക് ഓഫ് ക്ലിയറൻസ് കിട്ടിയ ശേഷം മാത്രമേ ക്യാപ്റ്റൻ ടേക്ക് ഓഫ് ചെയ്യാൻ പാടൂ. ഇങ്ങനെ ടേക്ക് ഓഫ് ക്ലിയറൻസ് കൊടുക്കണമെങ്കിൽ എയർ ട്രാഫിക് കൺട്രോളർ നിർബന്ധമായും റൺവേ ക്ലിയർ ആണെന്ന് ഉറപ്പിക്കുകയും ചെയ്യണം. എന്തായാലും ATC ക്ലിയറൻസ് ചോദിക്കുകയെന്ന് ക്യാപ്റ്റൻ വാൻ സാൻഡൻ നിർദ്ദേശിച്ചപ്പോൾ ദ KLM 4805 is now ready for take off. We are waiting for our ATC clearance എന്ന് ഫസ്റ്റ് ഓഫീസർ മ്യൂവേഴ്സ് ATCക്ക് ഒരു റേഡിയോ സന്ദേശം അയക്കുന്നു. അവർ അതിനോട് പ്രതികരിക്കുന്നത് KLM 4805 വിമാനത്തിന് ATC ക്ലിയറൻസ് നൽകിക്കൊണ്ടാണ്. ഇങ്ങനെ ATC ക്ലിയറൻസ് കൊടുത്തുകൊണ്ടുള്ള സന്ദേശത്തിൽ ലോസ് റോഡിയോസ് ATC ഒരു മൈനർ എറർ വരുത്തുന്നുണ്ട്. KLM ഫ്ലൈറ്റിൻ്റെ നമ്പർ തെറ്റിച്ചാണ് കൺട്രോളർ പറഞ്ഞതെങ്കിലും ഫോക്കസ് ക്ലിയറൻസിലായിരുന്നതുകൊണ്ട് KLM ക്രൂ അത് തിരുത്താൻ മെനക്കെടുന്നില്ല. ഇങ്ങനെ ഒരു മെസ്സേജ് റേഡിയോ വഴി ATCയിൽ നിന്ന് വന്നതും മ്യൂവേഴ്സിൽ നിന്ന് പുറപ്പെടുന്ന മറുപടി ആ ക്ലിയറൻസിന്റെ തിരിച്ചുള്ള ഒരു കൺഫർമേഷൻ ആയിരുന്നു. റോജർ സർ, വി ആർ ക്ലിയർ ടു ദ പാപ്പ ബീക്കൺ ഫ്ലൈറ്റ് ലെവൽ 90 എന്നായിരുന്നു. മ്യൂവേഴ്സ് അത് പറഞ്ഞ് തീരുന്ന മുമ്പ് തന്നെ KLM വിമാനത്തിന്റെ ക്യാപ്റ്റൻ വാൻ സാൻഡൻ വീണ്ടും തന്റെ ത്രോട്ടിൽ ലിവർ അഡ്വാൻസ് ചെയ്ത് ടേക്ക് ഓഫ് ഇനിഷ്യേറ്റ് ചെയ്തു. വിമാനത്തിന്റെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ മ്യൂവേഴ്സ് ATCക്ക് നൽകിയ മെസ്സേജിന്റെ അവസാനത്തെ ഭാഗം ഓഡിബിൾ ആവുന്നില്ല. ആകെ കേൾക്കാവുന്നത് പിന്നീട് അയാൾ വി ആർ നൗ ടേക്കിംഗ് ഓഫ് എന്നോ അല്ലെങ്കിൽ വി ആർ നൗ അറ്റ് ടേക്ക് ഓഫ് എന്നോ പറയുന്നതാണ്. അതിന് ATC കൊടുക്കുന്ന മറുപടി ഓക്കെ സ്റ്റാൻഡ് ബൈ ഫോർ ടേക്ക് ഓഫ്, ഐ വിൽ കോൾ യു എന്നാണ്. എന്നാൽ ആ സമയത്തുള്ള ഒരു റേഡിയോ ഫ്രീക്വൻസി കഞ്ചഷൻ കാരണം KLM ഫ്ലൈറ്റിലെ ക്രൂവോ പാൻ അമേരിക്കൻ ഫ്ലൈറ്റിലെ ക്രൂവോ അപ്പോൾ കൺട്രോളറുടെ ഭാഗത്തുണ്ടായിട്ടുള്ള സ്റ്റാൻഡ് ബൈ ഇൻസ്ട്രക്ഷൻ കേൾക്കുന്നില്ല. അവരാകെ കേൾക്കുന്നത് ഓക്കെ എന്ന അതിൽ ആദ്യത്തെ വാക്ക് മാത്രമാണ്. വി ആർ നൗ ടേക്കിംഗ് ഓഫ് എന്ന മ്യൂവേഴ്സിന്റെ റേഡിയോ സന്ദേശം കേൾക്കുന്ന പാൻ അമേരിക്കൻ വിമാനത്തിലെ ഫസ്റ്റ് ഓഫീസറായിട്ടുള്ള ബ്രാഗിന് KLM വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണോ എന്ന ഭയം കലർന്ന ഒരു സംശയം തോന്നുന്നു. ആൻഡ് വി ആർ സ്റ്റിൽ ടാക്സിങ് ഡൗൺ ദ റൺവേ ക്ലിപ്പർ 1736 എന്ന് സ്വന്തം വിമാനത്തിന്റെ സ്റ്റാറ്റസ് അയാൾ തിരികെ റേഡിയോ വഴി അറിയിക്കുകയും ചെയ്തു. ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ കേട്ടോട്ടെ എന്ന് കരുതിയായിരിക്കണം അദ്ദേഹം അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും പാനാമിന്റെ ഫസ്റ്റ് ഓഫീസർ ബ്രാഗിൽ നിന്ന് ഈ സന്ദേശം പുറപ്പെട്ട കൃത്യം അതേ സമയത്ത് തന്നെയാണ് ഓക്കെ സ്റ്റാൻഡ് ബൈ ഫോർ ടേക്ക് ഓഫ്, ഐ വിൽ കോൾ യു എന്നുള്ള ATCയുടെ മെസ്സേജും റേഡിയോയിലൂടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് റേഡിയോ സന്ദേശങ്ങളും കൂടി റേഡിയോ കമ്മ്യൂണിക്കേഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഹെട്രോഡൈൻ എഫക്റ്റ് എന്നൊരു ഫിനോമിനന് കാരണമാകുന്നു. ഇങ്ങനെ ഒരേ സമയത്ത് രണ്ട് റേഡിയോ ട്രാൻസ്മിഷൻ ഉണ്ടാകുമ്പോൾ രണ്ടും തമ്മിൽ പരസ്പരം ക്യാൻസൽ ഔട്ട് ചെയ്ത് ആകെ കേൾക്കാനാവുക ഒരു ഹൈ പിച്ച്ഡ് സ്ക്വീൽ മാത്രമാണ്. ആ റേഡിയോ ട്രാൻസ്മിഷന് ശേഷം പാൻ അമേരിക്കൻ ക്യാപ്റ്റൻ ഗ്രബ്സിൽ നിന്ന് ലെറ്റ്സ് ഗെറ്റ് ദ ഹെൽ ഔട്ട് ഓഫ് ഹിയർ എന്നൊരു സന്ദേശം കൂടി വരുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ക്യാപ്റ്റൻ ഗ്രബ്സ് തന്റെ കോക്പിറ്റ് വിൻഡോയിലൂടെ നോക്കുമ്പോൾ കാണുന്നത് KLM ഫ്ലൈറ്റിന്റെ ടേക്ക് ഓഫ് ലൈറ്റുകൾ തന്റെ വിമാനത്തിന് നേർക്ക് അതിവേഗത്തിൽ പാഞ്ഞു വരുന്നതാണ്. അപ്പോൾ തന്നെ ഫസ്റ്റ് ഓഫീസർ ബ്രാഗ് ഗെറ്റ് ഓഫ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ ക്യാപ്റ്റൻ ഗ്രബ്സ് തന്റെ വിമാനത്തിലെ രണ്ട് റൈറ്റ് സൈഡ് എഞ്ചിനുകളെയും ഫുൾ ത്രോട്ടിലേക്ക് പുഷ് ചെയ്ത് വിമാനത്തെ റൺവേയിൽ നിന്ന് ഇടത്തേക്ക് വെട്ടിച്ചു നീക്കാൻ ശ്രമിക്കുന്നു. അതേസമയം റൺവേയിലൂടെ KLM വിമാനം ടേക്ക് ഓഫിന് കണക്കാക്കി കുതിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഫ്ലൈറ്റ് എഞ്ചിനീയർ ഷൂഡർ ഈസ് നോട്ട് ക്ലിയർ ദെൻ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. ക്യാപ്റ്റൻ വാൻ സാൻഡൻ അതിനോട് പ്രതികരിക്കുന്നത് ഓ യെസ് എന്ന വളരെ എംഫാറ്റിക് ആയിട്ടുള്ള അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മറുപടിയോടെയാണ്. ക്യാപ്റ്റൻ വാൻ സാൻഡനെ പോലെ അത്രയ്ക്കധികം പരിചയ സമ്പത്തുള്ള ഒരു സെലിബ്രിറ്റി പൈലറ്റിൽ നിന്ന് തങ്ങളുടെ ഗുരുവിൽ നിന്ന് ഇത്ര ഗ്രേവ് ആയിട്ടുള്ള ഒരു എറർ ഉണ്ടാകുമെന്ന് കോക്പിറ്റിൽ ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേരും പിന്നെ ആലോചിക്കുന്നില്ല. വൈകുന്നേരം 5 മണി കഴിഞ്ഞ് 6 മിനിറ്റും 43 സെക്കൻഡും, അതായത് കൊളീഷൻ നടക്കുന്നതിന് 6 സെക്കൻഡ് മുമ്പ് മാത്രമാണ് ടേക്ക് ഓഫിന് കുതിച്ചു വന്നുകൊണ്ടിരുന്ന വിമാനത്തിന് മുന്നിൽ റൺവേയിൽ തന്നെ പാൻ അമേരിക്കൻ വിമാനം ഉണ്ട് എന്ന് KLM ക്യാപ്റ്റൻ വാൻ സാൻഡൻ തിരിച്ചറിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അറിയാതെ ഓ ഫക്ക് എന്നൊരു ആത്മഗതം പുറപ്പെടുന്നു. അപ്പോഴേക്കും പക്ഷേ എല്ലാം കൈവിട്ടു പോയി കഴിഞ്ഞിരുന്നു. KLM വിമാനത്തിന് അപ്പോഴും ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടത്ര വേഗത ആർജിക്കാൻ സാധിച്ചിരുന്നില്ല. പാൻ അമേരിക്കൻ വിമാനമായിട്ട് തൻ്റെ വിമാനം കൂട്ടിയിടിക്കുന്നത് തടയാൻ വേണ്ടി തൻ്റെ ആയുസിൻ്റെ അവസാനത്തെ ആ നിമിഷങ്ങളിലും ക്യാപ്റ്റൻ വാൻ സാൻഡൻ ഒരു ആത്മാർത്ഥ പരിശ്രമം തന്നെ നടത്തുന്നു. തൻ്റെ വിമാനത്തിൻ്റെ സ്റ്റിയറിംഗ് യോക്ക് ക്യാപ്റ്റൻ വാൻ സാൻഡൻ സർവ്വശക്തിയും എടുത്ത് വലിച്ചുയർത്താൻ നോക്കി. അതിൻ്റെ ഫലമായി KLM വിമാനത്തിൻ്റെ ടെയിലിൻ്റെ അറ്റം റൺവേയിൽ അമർന്നുരഞ്ഞ് 68 അടി നീളത്തിൽ ഒരു ചാല് തന്നെ ഉണ്ടാവുന്നുണ്ട്. സമയം അപ്പോൾ വൈകുന്നേരം 5 മണി കഴിഞ്ഞ് 6 മിനിറ്റും 47 സെക്കൻഡും. KLM 4805 വിമാനം പാൻ അമേരിക്കൻ 1736 വിമാനവുമായി നേർക്കുനേർ കൂട്ടിയിടിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷത്തിൽ KLM വിമാനത്തിന്റെ വേഗം മണിക്കൂറിൽ 120 നോട്ട്സ്, അതായത് മണിക്കൂറിൽ 184 മൈൽ ആയി കഴിഞ്ഞിരുന്നു. ടേക്ക് ഓഫ് ചെയ്യാനുള്ള ക്യാപ്റ്റൻ വാൻ സാൻഡന്റെ പരിശ്രമം അവസാന സെക്കൻഡുകളിൽ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ താഴെ കൂടി ടാക്സി ചെയ്തു വന്നിരുന്ന പാൻ അമേരിക്കൻ വിമാനത്തെ മിസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉയർന്നു പറക്കാൻ KLM വിമാനത്തിന് അപ്പോൾ സാധിച്ചില്ല എന്ന് മാത്രം. KLM വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ പാൻ അമേരിക്കൻ വിമാനത്തിന്റെ ക്യാബിന്റെ പിൻഭാഗവുമായും ഫസ്റ്റ് ഫ്ലോറിലുള്ള ഫസ്റ്റ് ക്ലാസ് ക്യാബിന്റെ അവസാനത്തെ റോകളുമായും കൂട്ടിയിടിച്ചു.
KLM വിമാനത്തിന്റെ ഫ്യൂസലേജിന്റെ കീഴ്ഭാഗം പാൻ അമേരിക്കൻ വിമാനത്തിന്റെ ഫ്യൂസലേജിന്റെ മേൽഭാഗത്ത് ചെന്നിടിച്ചു. KLMന്റെ വലത്തെ എഞ്ചിൻ ഭാഗം പാൻ അമേരിക്കൻ വിമാനത്തിന്റെ ഫസ്റ്റ് ക്ലാസ് ലോഞ്ചും കോക്പിറ്റും എല്ലാം സ്ഥിതി ചെയ്തിരുന്ന സെക്കൻഡ് ഫ്ലോറിനെ നെടുകെ പിളർത്തി. ലോഞ്ചിൽ നിന്ന് യാത്രക്കാർ തൽക്ഷണം കൊല്ലപ്പെട്ടു. KLM വിമാനത്തിന്റെ 1-ാം നമ്പർ എഞ്ചിൻ പാൻ അമേരിക്കൻ വിമാനത്തിന്റെ 47E മുതൽ 49G വരെയുള്ള സീറ്റുകളിൽ ഇരുന്നവരെ വിമാനത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ദൂരേക്ക് എറിഞ്ഞു. റൺവേയിലൂടെ എത്രയോ മീറ്റർ ദൂരത്തേക്ക് അതവരെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഏതാണ്ട് 500 അടിയോളം ഉയരത്തിൽ പൊങ്ങിയ ശേഷമാണ് KLM വിമാനം റൺവേയിലേക്ക് കൂപ്പുകുത്തി പൊട്ടിത്തെറിച്ച് കത്തി അമരുന്നത്. പാൻ അമേരിക്കൻ വിമാനത്തിനും ആ അപകടത്തിൽ തീപിടിച്ചു. അതിൻ്റെ ഫ്യൂസലേജ് പാർട്ടിൻ്റെ മുകൾ ഭാഗം മുഴുവൻ പൊളിഞ്ഞടർന്ന് യാത്രക്കാരിൽ പലരുടെയും തലയ്ക്ക് മുകളിൽ ആകാശം വെളിപ്പെട്ടു. കനത്ത മൂടൽമഞ്ഞും തീരെ കുറഞ്ഞ വിസിബിലിറ്റിയും ആയിരുന്നതുകൊണ്ട് ATC ടവറിലിരുന്ന കൺട്രോളർക്ക് ആ അപകടം കാണാനായില്ല. എന്നാൽ ആ സ്ഫോടനത്തിന് ശബ്ദം ആ ടവറിനകത്തിരുന്നും അദ്ദേഹം കേട്ടു. റൺവേയിൽ തീ കത്തുന്നുണ്ട് എന്ന് ഒരു ബ്രിട്ടീഷ് എയർവേസ് പൈലറ്റ് ടവറിൽ വിളിച്ചു പറഞ്ഞപ്പോൾ മാത്രമാണ് അപകടം നടന്ന വിവരം ATCക്ക് ബോധ്യപ്പെടുന്നത്. അതിനു പിന്നാലെയാണ് കൺട്രോളർ അപായമണി മുഴക്കുകയും വിമാനത്തിലെ അഗ്നിരക്ഷാ സേനയ്ക്ക് വിവരം നൽകുകയും ഒക്കെ ചെയ്തത്. വൈകുന്നേരം 5 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയപ്പോഴേക്കും എയർപോർട്ടിലെ വിസിബിലിറ്റി ഒന്നുകൂടി മെച്ചപ്പെടുകയും ടവറിലിരുന്ന് തന്നെ തീനാളങ്ങൾ കാണാൻ തുടങ്ങുകയും ചെയ്തു. മൂടൽമഞ്ഞിലൂടെ ഒരുവിധം ഫയർഫോഴ്സ് അപകട സ്ഥലത്ത് എത്തിയപ്പോൾ കാണുന്നത് തീനാളങ്ങൾ മൂടിയ KLM വിമാനത്തിനെയാണ്. വിമാനത്തിന്റെ ടെയിൽ ഫിൻ മാത്രമാണ് അപകടത്തിൽ തീപിടിക്കാതെ അവശേഷിച്ചത്. വിസിബിലിറ്റി മെച്ചപ്പെട്ടിട്ടും രക്ഷാപ്രവർത്തകർക്ക് അപ്പോൾ പാൻ അമേരിക്കൻ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ റൺവേയിൽ സൈറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപകട സ്ഥലത്തെത്തി കുറച്ചു സമയത്തിന് ശേഷം മാത്രമാണ് അവിടെ നിന്നൊരു 10-100 അടി മാറി റൺവേയിൽ തന്നെ എരിഞ്ഞുകൊണ്ടിരുന്ന മറ്റൊരു തീകോളം പാൻ അമേരിക്കൻ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആദ്യം ഇതേ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളാണ് അതും എന്നാണ് അവർ കരുതുന്നത്. എന്നാൽ അല്പനേരം കൂടി കഴിഞ്ഞപ്പോൾ അത് മറ്റൊരു വിമാനത്തിന്റെ പാൻ അമേരിക്കൻ 1736 വിമാനത്തിന്റെ അവശിഷ്ടങ്ങളാണ് എന്ന് വേദനിപ്പിക്കുന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. KLM വിമാനത്തിൽ യാത്ര ചെയ്ത 248 പേരും ആ കൂട്ടിയിടിയിൽ തൽക്ഷണം വെന്തുവെണ്ണീറായി. പാൻ അമേരിക്കൻ വിമാനത്തിൽ ഓൺബോർഡ് ഉണ്ടായിരുന്ന 396 പേരിൽ 61 പേർക്ക് മാത്രമാണ് ഈ അപകടത്തെ അതിജീവിക്കാൻ സാധിച്ചത്. ടെനറിഫിലെ അപകടത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ കൊല്ലപ്പെട്ടിരുന്നതുകൊണ്ട് അമേരിക്കൻ, ഡച്ച്, സ്പാനിഷ് അന്വേഷണ സംഘങ്ങൾ വക വെവ്വേറെ എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷനുകൾ അന്ന് നടക്കുന്നുണ്ട്. ഓരോ ടീമിന്റെ അന്വേഷണത്തിന്റെ ഫലം വ്യത്യസ്തമായിരുന്നു. ഡച്ച് അന്വേഷണ റിപ്പോർട്ടിൽ അപകടത്തിന്റെ പഴി പ്രധാനമായും ചെന്നത് എയർ ട്രാഫിക് കൺട്രോളർക്കും മോശം കാലാവസ്ഥയ്ക്കും നേരെയാണ്. സ്പാനിഷ് റിപ്പോർട്ടിൽ മോശം കാലാവസ്ഥയ്ക്കൊപ്പം പൈലറ്റുമാരും കൺട്രോളർമാരും തമ്മിൽ സംസാരിച്ച ഇംഗ്ലീഷിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ തിക്ക് സ്പാനിഷ് ആക്സന്റും പഴികേട്ടു. KLM ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റൻ വാൻസാൻഡൻ ഡച്ച് പൗരനായിരുന്നു. ഫസ്റ്റ് ഓഫീസർ ബ്രാഗ് അമേരിക്കക്കാരനും. ATC കൺട്രോൾ ഓപ്പറേറ്റർമാരായിരുന്ന ഫെർണാണ്ടോ ഹെർണാണ്ടസ്, അബാദ് ഗോൺസാലസ്, ഫെർണാണ്ടോ ആസ്ക്വാങ്കോ എന്നിവർ സ്പാനിഷ് ഭാഷ മാത്രം അറിയുന്നവരായിരുന്നു. ഇവർ തമ്മിൽ ഇംഗ്ലീഷിൽ പരസ്പരം സംസാരിച്ചപ്പോൾ വലിയ ആശയക്കുഴപ്പങ്ങളുണ്ടായി. രണ്ടു വിമാനങ്ങളുടെയും പൈലറ്റുമാർക്ക് ലോസ് റോഡിയസ് വിമാനത്താവളത്തിലെ ATCയിൽ നിന്ന് കിട്ടിയ ടാക്സി ഇൻസ്ട്രക്ഷനുകൾ പൂർണ്ണമായും മനസ്സിലായിരുന്നില്ല. വിമാനം നിയന്ത്രിച്ചിരുന്ന കോക്പിറ്റ് ക്രൂവിന്മേലുണ്ടായിരുന്ന സ്ട്രെസ്സാണ് അപകടത്തിനുള്ള മറ്റൊരു പ്രധാന കാരണമെന്നാണ് ഈ റിപ്പോർട്ടുകളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു വെച്ചത്. പുതുതായി നടപ്പിലാക്കിയ ഡച്ച് വ്യോമയാന സുരക്ഷാ നിയമങ്ങൾ പ്രകാരം ഡ്യൂട്ടിയിലെ കാലതാമസത്തിന്റെ ഉത്തരവാദിത്തം വിമാനത്തിന്റെ ക്യാപ്റ്റനിലേക്ക് വന്നിരുന്നതും അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ വരെ കിട്ടാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നതും സമ്മർദ്ദമേറ്റി. പാൻ അമേരിക്കൻ വിമാനം യാതൊരു കാരണവും കൂടാതെ KLM വിമാനത്തിന് പിന്നിൽ റൺവേ ആക്സസ് മുടങ്ങി ബ്ലോക്കായി കിടന്നതും പിന്നീട് ഏറെ വൈകി KLMലെ യാത്രക്കാർ മുഴുവനും എംബാർക്ക് ചെയ്ത ശേഷവും പിന്നെയും ഒരു അരമണിക്കൂർ നേരം KLMന്റെ ഫ്യൂവലിങ്ങിന് വേണ്ടി കാത്തു കിടക്കേണ്ടി വന്നതുമൊക്കെ പാൻ അമേരിക്കൻ കോക്പിറ്റ് ക്രൂവിനെ മുഴുവൻ അനാവശ്യ സമ്മർദ്ദത്തിലാക്കി. ഒടുവിൽ ആ പാൻ അമേരിക്കൻ വിമാനം ടേക്ക് ഓഫിന് വേണ്ടി ടാക്സി ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും അതിലെ കോക്പിറ്റ് ക്രൂ 11 മണിക്കൂറിലധികം നേരം ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ് പാൽമാസ് വിമാനത്താവളത്തിൽ നിന്നുള്ള ഡൈവേർഷനുകൾ കാരണം അപ്രതീക്ഷിതമായിട്ടുണ്ടായ അമിത ട്രാഫിക്കും ടവറിൽ അന്നേ ദിവസം ഉണ്ടായിട്ടുള്ള സ്റ്റാഫ് ഷോർട്ടേജും ലോസ് റോഡിയസ് ATCയെയും സ്ട്രെസ്സിലാക്കുന്നുണ്ട്. അത് വിമാനങ്ങളുടെ പൈലറ്റുമാരുമായി നേരാവണ്ണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവരുടെ കഴിവ് കുറച്ചു. KLMന് ATC ക്ലിയറൻസ് കൊടുത്തുകൊണ്ടുള്ള ടേക്ക് ഓഫ് ക്ലിയറൻസിന് വേണ്ടി സ്റ്റാൻഡ് ബൈ നിൽക്കാനുള്ള ഓക്കെ സ്റ്റാൻഡ് ബൈ ഫോർ ടേക്ക് ഓഫ്, ഐ വിൽ കോൾ യു എന്ന സന്ദേശം സാമാന്യം വൈകായിരുന്നു. എന്ന് മാത്രമല്ല ഈ സന്ദേശങ്ങളിൽ കൺട്രോളർ പലവട്ടം KLM വിമാനത്തിന്റെ നമ്പർ തെറ്റിച്ചു പറഞ്ഞതും ഒരു വിഷയമായി. ഈ അപകടത്തിൽ വിമാനത്താവള പരിസരത്തെ മോശം കാലാവസ്ഥയ്ക്കുണ്ടായിരുന്ന സ്വാധീനം വളരെ വലുതാണ്. വിമാനങ്ങൾ ലോസ് റോഡിയസിൽ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ വളരെ നല്ല കാലാവസ്ഥയായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് അത് വഷളായി. പെട്ടെന്ന് മേഘങ്ങൾ റോൾ ചെയ്തു വന്ന് റൺവേയുടെ വിസിബിലിറ്റി ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഉദാഹരണത്തിന് അപകടം നടക്കുന്നതിന് 17 മിനിറ്റ് മുമ്പ് റൺവേ വിസിബിലിറ്റി 2000 മുതൽ 3000 മീറ്റർ വരെ ആയിരുന്നു. പക്ഷേ അപകടം നടന്ന് 12 മിനിറ്റ് ശേഷമുള്ള വിസിബിലിറ്റി വെറും 300 മീറ്റർ ആയിരുന്നു. തുടർച്ചയായി മോശമായി കൊണ്ടിരുന്ന വിസിബിലിറ്റി KLM ക്രൂവിനെ അസ്വസ്ഥരാക്കിയിരുന്നു. ടേക്ക് ഓഫ് പിന്നെയും വൈകി റൺവേയിൽ വല്ലാതെ വിസിബിലിറ്റി കുറഞ്ഞാൽ ചിലപ്പോൾ തങ്ങൾക്ക് ടേക്ക് ഓഫ് ചെയ്യാനാകാതെ രാത്രി അവിടെ ഹോൾട്ട് ചെയ്യേണ്ടി വരും എന്ന യാഥാർത്ഥ്യം അവരെ ഭയപ്പെടുത്തി. അത് വളരെ മോശപ്പെട്ട ഒരു തരത്തിലുള്ള സുരക്ഷാ പ്രൊസീജിയറുകൾ പാലിക്കാതെയുള്ള തീരുമാനങ്ങളിലേക്ക് അവരെ നയിച്ചു.
അങ്ങനെയാണ് KLM വിമാനം വളരെ റെക്ലെസ് ആയിട്ട് ടേക്ക് ഓഫ് ചെയ്യാൻ മുതിരുന്നത്. ക്യാപ്റ്റൻ മാൻസാൻഡന്റെ ട്രെയിനിങ് സിൻഡ്രോമാണ് അപകടത്തിന് കാരണമായി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളിൽ എടുത്തു പറയുന്ന മറ്റൊരു കാരണം. ദീർഘകാലം സിമുലേറ്ററുകളിലും ട്രെയിനിങ് ഫ്ലൈറ്റുകളിലും മാത്രം പോയി ശീലിക്കുന്ന ക്യാപ്റ്റന്മാർക്ക് ട്രെയിനിങ് എൻവയോൺമെന്റും ലൈൻ ഓപ്പറേഷനുകളും തമ്മിലുള്ള അതിർവരമ്പ് പലപ്പോഴും അറിയാതെ ബ്ലറായി പോകും. The KLM captain assumed that he had received takeoff clearance due to the development under the stress of a false hypothesis that the runway was clear എന്നാണ് എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ 1977 നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിൽ ഇതേപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ക്യാപ്റ്റന്റെ ഈ ട്രെയിനിങ് സിൻഡ്രോം ഒരുപക്ഷെ അദ്ദേഹത്തിൽ യാഥാർത്ഥ്യത്തെ തിരസ്കരിക്കുന്ന, മോഡിഫൈ ചെയ്ത് തലയിലേക്ക് കയറ്റുന്ന ഒരുതരം ഫിൽട്ടർ എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാഹചര്യത്തിലേക്ക് തള്ളി വിട്ടുകാണുമെന്നും ഇതേ റിപ്പോർട്ടിൽ പറയുന്നു. ഫ്ലൈറ്റ് സിമുലേറ്ററിൽ ഒരു ട്രെയിനറായിരിക്കുമ്പോൾ ക്യാപ്റ്റൻ മാൻസാൻഡിന് ട്രെയിനിയുടെ മുന്നിൽ 2 റോളുകളുണ്ട്. അതായത് ഒരു പൈലറ്റിന്റെ റോളും അതേസമയം തന്നെ ATCയുടെ റോളും. ഫ്ലൈറ്റ് സിമുലേറ്ററിൽ ട്രെയിനി പൈലറ്റ് ATC ക്ലിയറൻസുകൾക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതവിടെ ഇഷ്യൂ ചെയ്യുന്നത് കോ പൈലറ്റായിട്ട് കൂടെ കൺസോളിലിരിക്കുന്ന വാൻസാൻഡൻ തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് മണിക്കൂറുകൾ ട്രെയിനിങ് സെഷനുകൾക്ക് വേണ്ടി ഫ്ലൈറ്റ് സിമുലേറ്ററിൽ ഇരുന്നിട്ടുള്ളത് കൊണ്ട് ക്യാപ്റ്റൻ മാൻസാൻഡന്റെ മനസ്സിൽ അറിയാതെ ഒരു ഡ്യുവൽ റോൾ, ഒരു മസിൽ മെമ്മറി പോലെ ഇൻഗ്രൈൻഡ് ആയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു റെഗുലർ ലൈൻ ഫ്ലൈറ്റ് ആയിരുന്നിട്ടും അവിടെ ATCയിൽ നിന്ന് ക്ലിയറൻസുകൾക്ക് കാക്കാതെ ടേക്ക് ഓഫ് ചെയ്യാൻ അദ്ദേഹം മുതിർന്നത്. അതുപോലെ KLM ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റൻ മാൻസാൻഡൻ ഒരു സെലിബ്രിറ്റി ഫ്ലൈറ്റ് ട്രെയിനർ കൂടിയായിരുന്നു. അദ്ദേഹം അടുത്തിടെ മാത്രം ബോയിങ് 747 വിമാനത്തിൽ പരിശീലനം നൽകിയ ശിഷ്യരിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഓഫീസർ ആയിട്ടുള്ള ബ്യൂവേഴ്സ്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ മാൻസാന്റെ ഭാഗത്തു നിന്ന് ഒരു അവധാനതക്കുറവ് ഉണ്ടായപ്പോൾ അപ്പോൾ തന്നെ അതിനെ എതിർത്ത് തെറ്റുതിരുത്താൻ ഫസ്റ്റ് ഓഫീസർക്ക് വിനയം കൊണ്ട് സാധിച്ചില്ല. അതൊരു വിമാനത്തെ നിയന്ത്രിക്കാൻ ഒരുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള 2 പൈലറ്റുമാരെ നിയോഗിക്കുന്നതിന്റെ ഉദ്ദേശത്തെ തന്നെ റദ്ദാക്കുന്നു. ടേക്കിംഗ് ഓഫ് എന്ന വളരെ അവ്യക്തമായ ഒരു അസന്തുഷ്ടി മാത്രമാണ് ആകെ ഫസ്റ്റ് ഓഫീസർ മ്യൂവേഴ്സിൽ നിന്ന് അപ്പോൾ ഉണ്ടാവുന്നത്. ഇതിനൊക്കെ പുറമെ ഒരേ ഫ്രീക്വൻസിയിൽ ഒരേ സമയം 2 റേഡിയോ സന്ദേശങ്ങൾ വന്നപ്പോൾ ഹെട്രോഡൈൻ എഫക്റ്റ് ഉണ്ടായതും അത് കാരണം ATCയുടെ സന്ദേശം 2 വിമാനങ്ങളുടെയും പൈലറ്റുമാർ കേൾക്കാതെ പോയതും അപകടം നടക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ മറ്റൊന്നാണ്. ഇത്രയൊക്കെ പറഞ്ഞതിൽ KLM ക്യാപ്റ്റൻ വാൻസാൻഡന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം തന്നെയാണ് ഈ അപകടത്തിന്റെ പ്രധാന കാരണമെന്ന് സ്പാനിഷ് സിവിൽ ഏവിയേഷൻ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നു. ഒന്ന്, ATCയിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ടേക്ക് ഓഫ് ക്ലിയറൻസ് കൂടാതെ ക്യാപ്റ്റൻ തന്റെ വിമാനത്തെ ടേക്ക് ഓഫ് ചെയ്യാൻ ശ്രമിച്ചു. 2, ടേക്ക് ഓഫിന് വേണ്ടി കുതിച്ചുകൊണ്ടിരിക്കെ പാൻ അമേരിക്കൻ ക്രൂ റേഡിയോയിലൂടെ തങ്ങൾ അപ്പോഴും റൺവേയിൽ ഉണ്ടെന്നുള്ള വിവരം ട്രാൻസ്മിറ്റ് ചെയ്തിട്ടും ക്യാപ്റ്റൻ തന്റെ ടേക്ക് ഓഫ് ശ്രമം അബോർട്ട് ചെയ്യാതെ വീണ്ടും വിമാനത്തിന്റെ വേഗം കൂട്ടി. സ്വന്തം കോക്പിറ്റിനുള്ളിലിരുന്ന ഫ്ലൈറ്റ് എഞ്ചിനീയർ ഒടുവിൽ അദ്ദേഹത്തോട് പാൻ അമേരിക്കൻ വിമാനം റൺവേയിൽ ഉണ്ടോ എന്നൊരു സംശയം ചോദിച്ചിട്ടും അദ്ദേഹം ടേക്ക് ഓഫിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. ഇതിനൊക്കെ പുറമെ അന്വേഷണ ഏജൻസികൾ അപകടത്തിനുള്ള മറ്റൊരു പരോക്ഷ കാരണമായിട്ട് പറയുന്നത് ലോസ് റോഡിയോസിൽ നിന്ന് ഇന്ധനം നിറയ്ക്കാനുള്ള ക്യാപ്റ്റൻ മാൻസാൻഡന്റെ തീരുമാനം കൂടിയാണ്. തന്റെ വിമാനം തൊട്ടുപിന്നിൽ ടാക്സിവേയിൽ കിടന്ന പാൻ അമേരിക്കൻ വിമാനത്തെ ടേക്ക് ഓഫ് ചെയ്യാൻ അനുവദിക്കാതെ ബ്ലോക്ക് ചെയ്ത് കിടക്കുകയാണെന്ന് അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. നേരത്തെ ഡിസംബർക്ക് ചെയ്ത് ടെർമിനലിലേക്ക് പറഞ്ഞയച്ച തന്റെ ക്യാബിനിലെ 235 പാസഞ്ചേഴ്സിനെ റൗണ്ട് അപ്പ് ചെയ്ത് തിരികെ കയറ്റാൻ എടുത്ത മണിക്കൂറുകൾ നേരം തന്റെ വിമാനം മുന്നിൽ നിന്ന് മാറിക്കൊടുക്കാത്തതുകൊണ്ട് മാത്രമാണ് പാൻ അമേരിക്കൻ വിമാനത്തെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി നീങ്ങാൻ പറ്റാതിരുന്നത് എന്നും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. എന്നിട്ടും വൈകിട്ട് ഏതാണ്ട് 4 മണിയോടെ തന്റെ വിമാനത്തിന്റെ ബോർഡിംഗ് പൂർത്തിയാക്കിയ ശേഷവും അദ്ദേഹം വളരെ സെൽഫിഷ് ആയിട്ടുള്ള മോട്ടീവോടുകൂടി ലോസ് റോഡിയോസിൽ നിന്ന് റീഫ്യൂൽ ചെയ്യാൻ തീരുമാനിച്ചു. അത് ഫലത്തിൽ അദ്ദേഹത്തിന് സമയലാഭം നൽകിയിട്ടുണ്ടാകാമെന്നത് ശരി തന്നെയാണ്. പക്ഷേ അപകടം നടന്ന സാഹചര്യത്തിൽ റിട്രോസ്പെക്റ്റീവായിട്ട് ആലോചിക്കുമ്പോൾ ക്യാപ്റ്റൻ മാൻസാൻഡനെ അപ്പോൾ റീഫ്യൂൽ ചെയ്യാൻ വേണ്ടി അരമണിക്കൂറിലധികം നേരം കൂടി പാഴാക്കിയില്ലായിരുന്നുവെങ്കിൽ വിസിബിലിറ്റി അത്ര മോശമാകും മുന്നേ തന്നെ അദ്ദേഹത്തിന് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് പോകാൻ സാധിച്ചിരുന്നേനെ. അതുകൊണ്ട് കൊളീഷൻ ഒഴിവായനെ എന്നല്ല, കുറെ കൂടി നല്ല വിസിബിലിറ്റി ഉള്ള സാഹചര്യത്തിൽ ഇത്രയ്ക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാതിരുന്നേനെ എന്നാണ് റിപ്പോർട്ടുകളിലെ പരാമർശം. Aircraft never crashed because of a single issue. It is almost always a combination of factors that lead to an accident എന്ന് പൊതുവെ പറയാറുണ്ട്. എന്നാലും ഇന്നോളം നടന്നിട്ടുള്ള വിമാനാപകടങ്ങളിൽ ഏതാണ്ട് പകുതിയോളം എണ്ണത്തിലെങ്കിലും ഒരു സുപ്രധാന കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആയിട്ടുള്ളത് മറ്റേതൊരു ഘടകത്തെക്കാളും അധികം കോക്പിറ്റിലെ ഹ്യൂമൻ എറർ തന്നെയാണ് എന്ന് ലീസസ്റ്റർ സർവകലാശാലയിലെ അധ്യാപകനും റിസ്ക് മാനേജ്മെന്റ് വിദഗ്ധനുമായ ഡോക്ടർ സൈമൺ ആഷ്ലി ബെന്നറ്റ് പറഞ്ഞിട്ടുണ്ട്. ടെനറിഫിലെ അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച സ്പാനിഷ് ആക്സിഡന്റ് ബോർഡ് അതിന്റെ റിപ്പോർട്ടിൽ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എയർ കൺട്രോളർ ടെർമിനോളജിയിൽ വന്നിട്ടുള്ള പരിഷ്കാരങ്ങളാണ്. ATC നിന്നുള്ള നിർദ്ദേശങ്ങളും ക്ലിയറൻസുകളും കൃത്യമായി പാലിക്കപ്പെടണം. അവയിൽ ഒരിക്കലും ലേമാൻസ് ലാംഗ്വേജ് കടന്നു വരരുത്. വളരെ സ്റ്റാൻഡേർഡ്, കൺസൈസ് ആൻഡ് അൺഇക്വോക്കൽ ആയിട്ടുള്ള എയറോനോട്ടിക്കൽ ലാംഗ്വേജ് മാത്രമേ ഇവയിൽ ഉപയോഗിക്കപ്പെടാവൂ. ATC ക്ലിയറൻസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ സന്ദേശത്തിൽ ഒരിക്കലും ഒരു കാരണവശാലും ടേക്ക് ഓഫ് എന്നുള്ള വാക്ക് വരാൻ പാടില്ല. എന്ന് മാത്രമല്ല, ATC ക്ലിയറൻസിനും ടേക്ക് ഓഫ് ക്ലിയറൻസിനും ഇടയിൽ ഒരു നിശ്ചിത ടൈം സെപ്പറേഷൻ ഉണ്ടാവുകയും ചെയ്യണം. ഇങ്ങനെ ചില സാമാന്യ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് ATCയും കോക്പിറ്റും തമ്മിൽ ഭാഷയും ഉച്ചാരണവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരിൽ അൺപ്രൊഫഷണലിസവും കാരണം ഉണ്ടായേക്കാവുന്ന ആശയക്കുഴപ്പങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ടായി. ATCയും പൈലറ്റും തമ്മിൽ ഉപയോഗിക്കാവുന്ന വാക്കുകൾക്ക് ഇപ്പോൾ കൃത്യമായ നിർവചനങ്ങളും നിയന്ത്രണങ്ങളുമുണ്ട്.
ഓക്കെ പോലെയുള്ള സാധാരണ സംഭാഷണങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇപ്പോൾ ക്രൂവോ ATC ഒന്നും ഒരു കാരണവശാലും ഉപയോഗിക്കുന്നില്ല. അതുപോലെ റോജർ എന്നുള്ള വാക്ക്, ഐ ഹാവ് റിസീവ്ഡ് യുവർ ലാസ്റ്റ് ട്രാൻസ്മിഷൻ എന്ന അർത്ഥത്തിൽ മാത്രമേ റോജർ എന്ന വാക്ക് ഉപയോഗിക്കാൻ ഇന്ന് സാധ്യമാകൂ. റീഡ് ബാക്ക് ആവശ്യമുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടോ അല്ലെങ്കിൽ അഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഉത്തരം വേണ്ട ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടോ അത് ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ട്. പകരം അഫേം അല്ലെങ്കിൽ നെഗറ്റീവ് എന്നീ വാക്കുകൾ വേണം ഉപയോഗിക്കാൻ. ടേക്ക് ഓഫ് എന്നുള്ള വാക്ക് ഇപ്പോൾ ടേക്ക് ഓഫ് ക്ലിയറൻസിൽ മാത്രമാണ് ഉപയോഗിക്കപ്പെടുന്നത്. അല്ലാത്തിടങ്ങളിൽ ഡിപ്പാർച്ചർ എന്ന് ഉപയോഗിക്കണം എന്ന് നിഷ്കർഷയുണ്ട്. ടെനറിഫിലെ അപകടത്തിന് ശേഷം മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ വിമാനത്താവളങ്ങളിൽ നിർബന്ധമാക്കപ്പെട്ടു. ലൈവ് റൺവേ അപ്രോച്ച് ചെയ്യുന്ന വിമാനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന തരത്തിൽ ട്രാഫിക് ലൈറ്റ് സിസ്റ്റം പരിഷ്കരിക്കപ്പെട്ടു. ഈ അപകടം നടന്ന അധികം വൈകാതെ തന്നെ ലോസ് റോഡിയസ് വിമാനത്താവളത്തിൽ സ്പാനിഷ് ഗവൺമെന്റ് ഒരു സർഫസ് മൂവ്മെന്റ് റഡാർ സംവിധാനം കമ്മീഷൻ ചെയ്യുകയും ചെയ്തു. ഇതിനൊക്കെ പുറമെ ക്രൂ റിസോഴ്സ് മാനേജ്മെന്റ് അഥവാ CRM എന്ന പേരിൽ കോക്പിറ്റ് ക്രൂ മെമ്പർമാർക്കിടയിലുള്ള ഏകോപനം മെച്ചപ്പെടുത്താൻ വേണ്ടി അഡ്വാൻസ് ഏവിയേഷൻ ട്രെയിനിങ് പ്രൊസീജിയറുകളും കൊണ്ടുവന്നു. ഫസ്റ്റ് ഓഫീസറോ ഫ്ലൈറ്റ് എഞ്ചിനീയറോ എത്ര ജൂനിയർ ആണെങ്കിലും ക്യാപ്റ്റൻ എന്തെങ്കിലും തെറ്റുവരുത്തിയാൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം അവർക്ക് വരുന്ന രീതിയിൽ പരിശീലന മുറകൾ പരിഷ്കരിക്കപ്പെട്ടു. അങ്ങനെ ഒന്ന് ഈ അപകടം നടക്കുന്നതിന് മുമ്പേ നിലവിലുണ്ടായിരുന്നുവെങ്കിൽ ക്യാപ്റ്റൻ മാൻസാൻഡറിന്റെ നടപടികളെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഓഫീസറും ഫ്ലൈറ്റ് എഞ്ചിനീയറും അപ്പോൾ തന്നെ ചോദ്യം ചെയ്തേനെ. ഈ അപകടം ഒഴിവാക്കാനും അവർക്ക് സാധിച്ചിരുന്നേനെ. ടെനറിഫിലെ 583 ജീവനുകൾ വെറുതെ പൊലിഞ്ഞു പോയതല്ല. ആ മഹാദുരന്തത്തിൽ നിന്ന് വ്യോമയാന മേഖല പഠിച്ച പാഠങ്ങൾ കൊമേഴ്ഷ്യൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ മുഖം തന്നെ മാറ്റിമറിച്ചു. 1977 അപേക്ഷിച്ച് ഇന്നത്തെ ആകാശം എത്രയോ മടങ്ങ് തിരക്കേറിയതാണ്. ഓരോ നിമിഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ആയിരക്കണക്കിന് വിമാനങ്ങളിലായി ലോകത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് സഞ്ചരിക്കുന്നത്. തിരക്ക് കൂടുമ്പോൾ സ്വാഭാവികമായും തെറ്റുകൾ പറ്റാനുള്ള സാധ്യതകളും വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ വർദ്ധിച്ചു വരുന്ന റിസ്കിനനുസരിച്ച് കൂടുതൽ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള പ്രിക്കോഷണറി മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ് ഏവിയേഷൻ ഇൻഡസ്ട്രി അതിന്റെ സുരക്ഷ നിലനിർത്തുന്നതിൽ വിജയിക്കുന്നത്. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അഥവാ IATA 2025 പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 38.7 മില്യൺ കമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളാണ് കഴിഞ്ഞ കൊല്ലം ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 4 കോടിയോളം വരുന്ന യാത്രകളിൽ 1 മില്യൺ യാത്രകളിൽ 0.17 അപകടങ്ങൾ എന്ന വളരെ കുറഞ്ഞ അപകട നിരക്ക് മാത്രമാണ് ഇന്ന് കമേഴ്ഷ്യൽ ഏവിയേഷൻ രംഗത്തുള്ളത്. ഇത്രയും കുറഞ്ഞൊരു അപകട നിരക്ക് യാദൃച്ഛികമായി ഉണ്ടായ നേട്ടമല്ല. അതിനു പിന്നിൽ എത്രയോ പ്രൊഫഷണലുകളുടെ നിരന്തരമായ ശ്രദ്ധയും ജാഗ്രതയുമുണ്ട്. മുൻ അപകടങ്ങളുടെ വെളിച്ചത്തിൽ നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രൊസീജിയറുകളോട് വ്യക്തിപരമായി എത്ര വിയോജിപ്പുണ്ടാകാമെങ്കിലും കൃത്യമായി അവ നടപ്പിലാക്കപ്പെടുന്നതുകൊണ്ടുകൂടിയാണ് ഞാനും നിങ്ങളും സഞ്ചരിക്കുന്ന വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്ത ശേഷം സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യപ്പെടുന്നത്. പലരും ഇന്നും വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മിഡ് എയർ എന്തെങ്കിലും ടർബുലൻസ് വരുമ്പോഴും ഒക്കെ അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് കാണാം. അവരോട് പറയാനുള്ളത് ഏവിയേഷൻ ഇൻഡസ്ട്രിയിലെ ഏറെ പ്രസിദ്ധമായ ഒരു തമാശയാണ്. The most dangerous part of taking a flight is a car ride to the airport. വിമാനയാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അധികം റിസ്കി ആയിട്ടുള്ള ഭാഗം വീട്ടിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് നിങ്ങൾ നടത്തുന്ന കാർ യാത്രയാണ് എന്ന്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.